അപ്പം ഒരാൾക്ക് ഇഫ് ഇറ്റ് ഇസ് വെരി ഏർലി ദെൻ ഇറ്റ് ഇസ് ഈസിലി ക്യൂറബിൾ. കുറെ പഴക്കമുള്ളതാണെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് അങ്ങ് വരുവാണെങ്കിൽ then we would tell them it can be only maintained through medicines. And പലരും പറയുന്ന പോലെ ആയുർവേദത്തിന് എല്ലാത്തിനും മരുന്ന് ഇല്ല. ചിലതിന് we have to tell them like it is not curable എന്ന് ഞങ്ങൾ പറയും. And പിന്നെ ഇറ്റ്സ് ലൈക്ക് കമ്പയറിങ് വെൻ യു സേ ദാറ്റ് യു നീഡ് എ സയന്റിഫിക് പ്രൂഫ്. അതെങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളത്തിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, ഐ എം നോട്ട് എ മലയാളി, സോ എനിക്ക് ലൈക്ക് ഐ കനോട്ട് റീഡ് മലയാളം, സോ എനിക്ക് അത് അറിയത്തില്ല. ലൈക്ക് സംവൺ ഹൂസ് ബെസ്റ്റ് പോയറ്റ് ഹു യു ആക്ച്വലി ലവ്, അവരെഴുതിയ ഒരു പദ്ധതി അത് കംപ്ലീറ്റ് ആയിട്ട് വെൻ യു ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ഹൗ ഇറ്റ് വിൽ ബി, like can you actually say that it has the same sense? അത് തരത്തില്ലല്ലോ. അതുപോലെയാണ് ആയുർവേദം എന്ന് പറയുന്നത്, അത് ഒരു സയൻസ് ആയിട്ടല്ല, നമ്മൾ അത് ഇത്ര വർഷങ്ങളായിട്ട് പഴക്കമുള്ളതാണ്. അതിലിരിക്കുന്ന പലതും ഇറ്റ് ഹാസ് ബീൻ ടേക്കൻ ഇൻ ടു മോഡേൺ മെഡിസിൻ. ഇപ്പൊ ശുശ്രുതനെ വായിച്ചു കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ സർജറി വായിച്ചു കഴിഞ്ഞാൽ യു വിൽ നോ ഹൗ സിമിലർ ബോത്ത് ആർ. ആൻഡ് ചരകം എന്ന് പറയുന്നതും അവിടെ ആസ്തികം മാത്രമേ, ഐ മീൻ there is not only completely with Devavapasrayam. ചരകം എന്ന് പറയുന്നത് he's a completely, he doesn't believe in God, and അങ്ങനെയും ആൾക്കാർ വിചാരിക്കുന്നുണ്ടല്ലോ ആയുർവേദ is completely like ദൈവവ്യാപാശ്രമായിട്ട് ചികിത്സിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. പക്ഷെ ഓരോരിനും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ when we completely think Ayurveda as a pseudoscience, you have made up your mind that Ayurveda is a pseudoscience, and then when we come to think about Ayurveda as like you cannot go out of it. So ഞാൻ പറയുന്നത് like even in allopathy there are a lot of things like where we put the reason of the disease എന്താണ് ചോദിക്കുമ്പം നമ്മളത് അറിയത്തില്ലെങ്കിൽ the cause is given as idiopathic, like due to unknown reason we say that, right? So അങ്ങനെ then we try to find it out, what is it, and there are lots of researches going on. പിന്നെ സൈക്കോളജിക്കൽ അനാലിസിസും പോകുന്നുണ്ട്. സൈക്കോളജി ഇസ് എ സൂഡോ സയൻസ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് ദർ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫീൽഡ് സൈക്കോളജി ഇൻ അലോപ്പതി ഓൾസോ. അതുകൊണ്ട് ജസ്റ്റ് ഐ വാണ്ടഡ് ടു പുട്ട് ഇറ്റ് ഔട്ട്, ലൈക്ക് യു കനോട്ട് സേ ദാറ്റ് ദിസ് ഇസ് ദ യാർഡ് സ്കെയിൽ ആൻഡ് ആയുർവേദ ഷുഡ് പ്രൂവ് ദിസ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് എ മെഡിക്കൽ സയൻസ്. അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. താങ്ക് യു. Thank you. ലേഖ, ഇപ്പൊ ലേഖ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ലേഖ ഫസ്റ്റ് ആദ്യം പറഞ്ഞത് ഒരു പോയട്രി ട്രാൻസ്ലേറ്റ്, മലയാളത്തിൽ ഒരു പോയട്രി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന പാകപ്പിഴകൾ ഉള്ളതുപോലെ ഇതിന്റെ ട്രാൻസ്ലേഷനിൽ വന്നിട്ടുണ്ടെന്നുള്ളതല്ലേ പറഞ്ഞേ? Am I right? ഇല്ല, like it won't be completely told, like അതിന്റെ സാരാംശം കംപ്ലീറ്റ് ആയിട്ട് you cannot say it in English, right? The feel you get in Malayalam you cannot get in English, അല്ലേ? Okay. അപ്പം the whole thing was written in Sanskrit. അപ്പം ഈ ഇപ്പോഴത്തെ മലയാളത്തിലെ ട്രാൻസ്ലേഷനിലും ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനിലും ഒന്നും ആ ഒരു ഹോൾ ഫീൽ കിട്ടുന്നില്ല, അല്ലെ കംപ്ലീറ്റ് കണ്ടന്റ് ഇല്ല എന്നുള്ളതല്ലേ പറഞ്ഞേ? യെസ്. പിന്നെ ആയുർവേദ ഗ്രന്ഥങ്ങൾ one by one. Okay. അപ്പൊ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിൽക്കുന്ന ലേഖ ഉൾപ്പെടെയുള്ളവര് പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സ്പേർട്സ് ഇരുന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് മലയാളം ബുക്സ് ആണ്. നൗ ഇഫ് യു ടെൽ ഇതെല്ലാം തെറ്റാണെന്ന് പറയുവാണെങ്കിൽ ഈ കംപ്ലീറ്റ് പാഠ്യ പദ്ധതി തന്നെ മാറ്റേണ്ടി വരും. ബിക്കോസ് ദെൻ ദിസ് ഹോൾ തിങ് വാട്ട് ഇസ് റിട്ടൺ ഇസ് റബ്ബിഷ്. കാരണം ഇതിൽ ട്രൂ സെൻസിലല്ല ഈ എഴുതി വെച്ചേക്കുന്ന ഒറ്റ സാധനം എഴുതിയേക്കുന്നത്. ദാറ്റ്സ് വൺ തിങ്. സോ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഠിച്ചേക്കുന്നതെല്ലാം തെറ്റാണെന്നുള്ളത് വേണം നമ്മൾ ആദ്യം പറയാൻ. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ പറഞ്ഞു അലോപ്പതി എന്ന് പറഞ്ഞു. എഗെയിൻ ഞങ്ങളത് എപ്പോഴും പറയുന്നതാണ്, ബട്ട് സ്റ്റിൽ അഗെയിൻ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. അലോപ്പതി എന്ന് പറയുന്നത് ഒരു പണ്ടത്തെ ഒരു പ്രാക്ടീസാണ്. ഹാനിമാൻ കോയിൻ ചെയ്തൊരു ടേമാണ്. ഈ ബ്ലഡ് ലെറ്റിങ്ങും വയറിളക്കലും ഛർദ്ദിപ്പിക്കലും ഒക്കെയാണ് അലോപ്പതിയിലുള്ളത്. ഇന്ന് അലോപ്പതി മോഡേൺ മെഡിക്കൽ വേൾഡിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ഇൻ ആയുർവേദ. എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന ഉന്മാദ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് എപ്പിലെപ്സിക്കൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ബ്ലഡ് ലെറ്റിങ്ങും വയറിളക്കലും ഭാമനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഇപ്പോഴും ആയുർവേദത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ അലോപ്പതി സ്റ്റിൽ ദേ, ഐ അഗ്രി ഓൺ ദാറ്റ്. പിന്നീട് ഈ ചരകനൊന്നും ദൈവത്തെ പറ്റി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ
സൈക്കാട്രിയുടെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് യക്ഷൻ വന്നു, ഗന്ധർവൻ വന്നു, ദൈവകോപം വന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻ പോയേക്കുന്നത് സൈക്കാട്രിയിലോട്ട് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് അതൊന്നും ചരകൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. Can I actually say that? Because അതേ ചാപ്റ്ററിൽ ലാസ്റ്റ് ശ്ലോകമാണ് ന ദൈവ ന ഗന്ധർവ ന പിശാച. It says, which actually means that ദൈവമല്ല ഗന്ധർവനും അല്ല ഇതല്ല, ഇങ്ങനത്തെ ക്വാളിറ്റീസ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് മനുഷ്യനാണ്. ഇങ്ങനത്തെ ക്വാളിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന മനുഷ്യനെ നമ്മൾ ഗന്ധർവ ഗ്രഹം പിടിച്ചിട്ടുണ്ടെന്ന് പറയാം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എക്സാക്ട്ലി. അപ്പൊ ഇങ്ങനത്തെ ഇത്തരം ഫിലോസഫിക്കൽ കൺസെപ്റ്റ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് പിന്നെ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ബ്രാഹ്മണിക്കൽ സൈഡ് ഓർ എനിത്തിങ് ഓഫ് ദാറ്റ്, കാരണം അതിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതികൾ, ഈ ഗന്ധർവനും യക്ഷനും ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതും വ്യക്തമായിട്ട് ചരകൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അത്തരം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് കമ്പി പഴിപ്പിച്ച് മസ്റ്റേർഡ് ഓയിൽ ഒഴിച്ച് കെട്ടി വെയിലത്തിടുക, എന്നിട്ട് തിസിൽസ് വെച്ചിട്ട് മുള്ളു ചെടി വെച്ച് ദേഹത്തൂടെ ഉരയ്ക്കുക, ചൂട് കമ്പി പഴിപ്പിച്ച് ദേഹത്ത് വെക്കുക, ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് ദേഹത്ത് വെക്കുക, വിപ്പ് വെച്ച് അടിക്കുക, ഇരുട്ട് മുറിയിലിടുക, പല്ലില്ലാത്ത പാമ്പുകളെ കാണിച്ച് പേടിപ്പിക്കുക, അവസാനം പറയുന്നത് ഭടന്മാരെയും കൊണ്ട് രാജാവിനെ മുന്നേ കൊണ്ടുപോയിട്ട് കൊല്ലുമെന്ന് പറയുക. ജീവനിൽ പേടിയുള്ള ഏതവന്റെയും ഭ്രാന്ത് അപ്പോൾ മാറും, അല്ലെങ്കിൽ അടുത്ത ബന്ധു മരിച്ചു പോയെന്ന് അവനോട് പറയുക. ഇതൊക്കെയാണ് ചരകൻ പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതികൾ. ഈ പറഞ്ഞ ദൈവത്തെ യക്ഷനും ഗന്ധർവനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ചികിത്സാ രീതികൾ വരുന്നത്. അപ്പം ഇതിനകത്തൊന്നും ദൈവവും ഒന്നുമില്ല എന്ന് പറയുന്നതും ഇത്തരം പ്രാകൃതമായ ചികിത്സാ രീതികളെയും നമുക്കിപ്പോൾ സയൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്തൊന്നും പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും തെറ്റായിട്ടൊന്നും അവർ വ്യാഖ്യാനിച്ചിട്ടില്ല. അതിന്റെ സാൻസ്ക്രിറ്റിലൊക്കെ ഏറെക്കുറെ മേളിൽ എഴുതി വെച്ചേക്കുന്നതും അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചും വായിച്ച ഏതാണ്ട് ടേംസ് ഒക്കെ ഏറെക്കുറെ കറക്റ്റ് തന്നെയാണ്. Anybody else wants to add can add. Yeah, I would like to add actually. I have a single question. ഡോക്ടർ ലേഖ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു, ഈ ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും ഒക്കെ ഇറക്കിയേക്കുന്ന കുറെ കാര്യങ്ങളാണല്ലോ നമ്മൾ ഇപ്പോഴും മോഡേൺ മെഡിസിനിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ ആയുർവേദത്തിൽ നിന്ന് what have we actually done for modern medicine? മോഡേൺ മെഡിസിനിൽ എന്താണ് നമ്മൾ ആയുർവേദത്തിൽ നിന്ന് ഇപ്പോൾ കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യുന്നത്? എനി ഡിസീസ്, preventive treatment, anything. Can you give me an example? Yeah, okay. When I said about Susruta mainly deals with surgery. So modern idile nammal cheyna plastic surgery, like for example the nose, how it is cut and everything, it is done exactly like even today, like because the Susruta Samhita is preserved not in India, thank God, it is not preserved in India, it's in Germany. And pinne avade adile paranirikkunna pole thanne they do plastic surgery, and we use catgut, right? Like internal suture nokke we use catgut, that is made up of gold, ille. Appo adupole thanne catgut ഉപയോഗിക്കുന്ന ഏത് സർജറിയിലാണ് ഇപ്പോ catgut ഉപയോഗിക്കുന്നത് ഒന്ന് ഈ internal matte like what internal surgeries? Dr. Lekha, iപ്പം നമ്മൾ catgut ഒന്നും യൂസ് ചെയ്യുന്നില്ല. That's all old stuff. We have gone beyond that. And I would like to also say that സുശ്രുതയുടെ ഇത് വെച്ചിട്ട് ഇപ്പോൾ സർജിക്കലി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. It is wrong notion. Plastic surgery is now dependent on facial planes. അത് വെച്ചിട്ടാണ്, അത് സുശ്രുതയിലൊന്നും എഴുതിയേക്കുന്നല്ല. It is actually a discovery of science. And the father of modern surgery is John Hunter. Father of surgery സുശ്രുത ആയിരിക്കാം. It is agreeable because he made some observations. But none of that actually stood the time. Now, what we follow is what John Hunter did. And he was the first surgeon who actually looked at evidence-based surgery, and that is what we follow now. അതുകൊണ്ട് സുശ്രുതയുടെ കാര്യങ്ങളെല്ലാം it is of historical importance. അടുത്ത പോയിന്റ്, വാട്ട് അബൌട്ട് ഇൻ വേറൊരു കാര്യമുണ്ട്, സുശ്രുതയിൽ സർജറി മാത്രമല്ല, അതിനകത്ത് മെഡിസിൻ ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ബോത്ത്. ചാരകയിൽ കൂടുതൽ മെഡിസിൻ ആണ്. ഈ ചാരക സംഹിതയിൽ എന്താണ് നമ്മൾ ഈ ആയുർവേദത്തിൽ അല്ലാതെ യൂസ് ചെയ്യുന്നത്? ഐ മീൻ what other things have we found out from these two samhitas that we are using in modern medicine now? ഒന്ന് പറയാമോ? ചരക സംഹിതയിൽ പറയുന്നത് മാക്സിമം മെഡിസിൻ ആണ്, അത് ഷുവർ ആണ്. സുശ്രുതയിൽ മെഡിസിൻ ഉണ്ട്, ബട്ട് ചരക സംഹിതയിൽ പറയുന്നത് ഇറ്റ്സ് നോട്ട് ടേക്കൻ ഇൻ ടു മോഡേൺ മെഡിസിനിൽ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, അത് ഐ അഗ്രി. ബട്ട് സുശ്രുതയിൽ ലൈക്ക് യുനോ ദീസ് സർജിക്കൽ instruments, like it was iron and അതൊക്കെ
അക്കാലത്തില് ഉപയോഗിക്കുന്ന Tell me a name of a surgical instrument that was used in Susruta Samhita that we are still using now in surgery, in any surgery. No, I'm not telling you're still using. It was Exactly adapted my into point. modern. Whatever you are bringing as an argument is of historical importance. നമ്മൾ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അത് മോഡേണൈസ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ബിക്കോസ് നമ്മൾ പണ്ട് പഠിച്ചതും ഈ സംഹിതയിൽ എഴുതിയേക്കുന്നതൊന്നും അല്ല ഇക്കാലത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് റോങ് നോഷൻ. ഇറ്റ്സ് എ മിസ്ലീഡിംഗ് ആർഗ്യുമെന്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. There is nothing that we have taken from Susruta Samhita or Charaka Samhita that we are using now in modern medicine. Absolutely nothing. Not even any herbal medicine. Not even any bioactive component. Nothing has come in modern medicine that is of use from Ayurveda. Yeah, I മാഡത്തിനോട് ഒരു agree. ചോദ്യം Like ചോദിക്കാവോ? മെഡിസിൻ എടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. മെഡിസിൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. I was only telling you that when Sushruta, it was actually adapted into modern medicine earlier. Yes, I agree. ഇപ്പൊ പിന്നെ science has improved. So അതുപോലെ തന്നെയാണ്. Like as he said, like ചരക സംഹിതയില് പറഞ്ഞിരിക്കുന്ന പോലെ for treatment of അതൊക്കെ even like there are certain treatment procedures which has been told in Ayurveda. അത് നമ്മൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നില്ല. പലതും പ്രാക്ടീസ് ചെയ്യുന്നില്ല. Even when if because even the Ayurveda actually refer to modern medicine people, like if there is any problem, we actually refer it to them, especially surgery. But the Yeah, Ayurveda maybe. ചെയ്യുന്നില്ല. Not all, maybe. There are few ones who are actually reasonable in their practice. They know their limits, they do. പക്ഷെ അത് എല്ലാവരും ചെയ്യുന്നില്ല ബിക്കോസ് ഐ എം അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ സ്പെക്ട്രം വെർ ഐ സി പീപ്പിൾ ഹു ആർ മിസ്മാനേജ് ബൈ ആയുർവേദ ആൻഡ് കമ്മിങ് ടു മീ വിത്ത് ലോട്ട് ഓഫ് ഇഷ്യൂസ് വിച്ച് ഷുഡ് നോട്ട് ഹാവ് ബീൻ ദെയർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. Yeah, and the same thing we also see, like people who had been gone there and No, just they give are me an example. I can give you multiple examples, but tell me an example where you actually saw somebody who Abby, did not Dr. get Abby through. and Lekha, Dr. Abby and Lekha, see, നിങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യത്തിന് നമ്പേഴ്സ് വേണം. അതായത് 10,000 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തതിൽ ഇത്രയും പേഷ്യൻസ് ആയുർവേദത്തിൽ നിന്നും മോഡേൺ മെഡിസിനിലേക്ക് വന്നു, അല്ലെങ്കിൽ 10,000 ഒരു കണക്ക്, ഇത്തിരി ഒത്തിരി എല്ലാരും കുറെ പേര് അങ്ങനെ ഞാൻ കണ്ടു ഇങ്ങനെ, അതല്ല ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വാണ്ടിഫൈഡ് ആയിട്ട് നമ്പർ പറയൂ. അപ്പൊ കേൾക്കാനും ഇത് മനസ്സിലാക്കാനും ഒന്ന് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ ഒരു സുഖം ഉണ്ടാവും. അല്ലാതെ ചുമ്മാ I'll go first. I'll give you numbers. എന്റെ ഇത് വെറുതെ പറയുന്നതല്ല, പബ്ലിഷ്ഡ് ഡേറ്റയാണ്. ജേർണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ഹെപ്പറ്റോളജി, ഇൻഡെക്സ്ഡ് വിത്ത് ഇമ്പാക്ട് ഫാക്ടർ ഓഫ് 5 ജേർണലാണ്. എന്റെ പഠനമാണ്. വേർ ആയുർവേദത്തില് ചികിത്സയ്ക്ക് പോയ ആൽക്കഹോളിക് ലിവർ ഡിസീസ് പേഷ്യൻസ് ബിക്കോസ് ഓഫ് ഹെർബൽ മെഡിസിൻ ഇൻടേക്ക് ആൻഡ് ആയുർവേദിക് ട്രീറ്റ്മെന്റ് സർവൈവ് ചെയ്തത് വെറും 18% 6 മാസത്തിലും. സ്റ്റാൻഡേർഡ് ഓഫ് കെയർ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റിൽ പോയിട്ട് സർവൈവ് ചെയ്തത് 55%. That means you can actually see the difference. 18% survivalum, 55% survivalum with modern medicine. So you can see how much the damage has been done to the other side. Now you can go. Anybody can see toxicology and outcomes of Ayurvedic medicine in alcoholic liver disease എന്ന് പറഞ്ഞ ഒരു പഠനമാണ് ജേർണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ഹെപ്പറ്റോളജി പബ്ലിഷ് ചെയ്തു 2019. ഇനി പറ, ലേഖ പറ അതേപോലെ ഒരു നമ്പർ. സോറി, എനിക്ക് ഇങ്ങനത്തെ നമ്പർ ബിക്കോസ് ഞാൻ പ്രാക്ടീസ് ചെയ്തോടെ ഇതിന് ഞാൻ പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല. അല്ല, പബ്ലിഷ് അറിയാവുന്നുള്ളൊരു പഠനം പറ. താങ്കൾ പബ്ലിഷ് ചെയ്തില്ലേലും താങ്കൾക്ക് അറിയാവുന്നുള്ളൊരു പേപ്പർ പറയും, ഒരു നമ്പർ പറയും. ഇനിയിപ്പം പ്രിലിമിനറി നമ്പർ ഡേറ്റ ആണെങ്കിലും പബ്ലിഷ് ചെയ്യാത്ത ആണെങ്കിലും ഒരു നമ്പർ പറ. അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്റെ വരുന്ന ക്ലിനിക്ക് വരാൻ, സി ദാറ്റ് ഇസ് എ തിങ്, ലൈക്ക് യു വാണ്ട് ഓൺലി സയൻസ് ആൻഡ് ഓൺലി പ്രൂഫ്, യു വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ അങ്ങനെയല്ല. അനുഭവപൂർത്തിയായിട്ടും നമ്മൾ കാണുന്നതും ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തതും ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അതല്ല, അത് സൂഡോ സയൻസ് ആയിട്ട് നിങ്ങൾ കാണും, ബിക്കോസ് യു ഹാവ് എ യാർഡ് സ്കെയിൽ ആൻഡ് യു വാണ്ട് എവ്രിവൺ ടു കം ഇൻ ടു ദാറ്റ് യാർഡ് സ്കെയിൽ. അതാണ് വേണ്ടെന്ന് പറയുന്നത് ഞാൻ. I'll tell you again. The yard scale is not decided by one Nishad Kaipalli or one Roshan or some Chandrasekhar sitting over here. It's a yard scale of science which is accepted worldwide. അതിൽ മാത്രം നിന്നുകൊണ്ടാണ്. Again, I repeat the first one what you told. ചരകൻ എഴുതി വെച്ചേക്കുന്നത് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള എൻ്റെ ആയുർവേദിക് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനെ മൊത്തമാണ് നിങ്ങൾ തമാശയാക്കി കാണുന്നത്.
ആ എഴുതി വെച്ചേക്കുന്ന ട്രാൻസ്ലേഷൻ ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പഠിച്ചു വന്നത് കംപ്ലീറ്റ് പൊട്ടത്തരമാണെന്നുള്ളതാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ല ആ ട്രാൻസ്ലേഷൻ തെറ്റാന്ന് പറയുമ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾസോ. കൈപ്പള്ളി, ഞാൻ No, ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. excuse me, 1 minute. I didn't say the translation is wrong. I said the way you people are looking at it is wrong. You want a Malayalam like No, changed it's into nothing to do with English. Malayalam or English. No, no, Lekha, It is taken, first of it all, is read from the books. first of all, when you address a group as you people, that sounds really weird. What do you mean by you people? I'm sorry about that word. I'm sorry. I take back. What did you mean by the word you people? People who see Ayurveda as pseudoscience. No, we are not saying is Ayurveda is pseudoscience. You are proving it as pseudoscience. You're saying there is no evidence. You are saying it's a belief. You are saying there is Or if you false want, translation. if you want, You are saying you are Nisha, attributing antiquity to your science, saying that because we have taken things and brought it forward, which is false. We asked for evidence. We asked for quantifiable, statistically relevant data, and you said there is none. We produced statistically relevant data on a peer-reviewed journal with impact factor 5, and that is data. You did not have anything to provide. So we requested you to provide a preliminary study which we could at least examine, and there was none. So, in a sense, it is pseudoscience. Can I number ask two, I will stick Dr. on, Lekha? Chandrasekhar, 1 minute. I will Huh. again stick on to my first point, what I said. മലയാളത്തിൽ എഴുതിയേക്കുന്ന ട്രാൻസ്ലേഷൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ആയുർവേദം പഠിപ്പിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബുക്സ് ഒക്കെ ഇവിടുത്തെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ബുക്സും അവർക്ക് വായിക്കാൻ കൊടുത്തേക്കുന്ന ബുക്സും എടുത്തു വെച്ചിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ മാത്രം പഠിപ്പിക്കുന്ന ആയുർവേദമാണ് ശരിയായ ആയുർവേദ പുസ്തകവും ബാക്കിയുള്ളതും ഒക്കെ തെറ്റാണെന്നാണോ അപ്പൊ ലേഖ പറഞ്ഞു വരുന്നത്? അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിൽ നിന്നും കുറെ എണ്ണം വായിക്കാം, അതിനെ മലയാളത്തിൽ എങ്ങനെയായിരുന്നു അത് തർജ്ജമ ചെയ്തതെന്നുള്ളത് വേണമെങ്കിൽ രേഖ വായിച്ച് കേൾപ്പിച്ചു, അതിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. അത് സിലബസിലുള്ളത് പഠിപ്പിക്കണേ, അല്ലാതെ ബുക്കല്ല. മറ്റ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിലുള്ള ആ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞിടയ്ക്ക് കുട്ടികൾ അയച്ചു തന്നാണ്, ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികൾ അയച്ചു തന്നാണ്. സ്വസ്ഥവൃത്ത എന്നൊക്കെ പറഞ്ഞ് മംഗള ഗൗരി ആയുർവേദ എം ഡി ആയുർവേദിക്സ്, ഡയബറ്റിസ് വരാനുള്ള റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നേക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം CCIM അപ്രൂവ്ഡ് ആണ് കേട്ടോ. സെൻട്രൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ മെഡിസിൻ അപ്രൂവ്ഡ് ടെക്സ്റ്റ് ബുക്സ് ആണ് ഇതെല്ലാം. ഇതെല്ലാം സിലബസിലുള്ള ബുക്സാ. അത് വായിക്കണോ? No, excuse me. No, what I meant was that is the way we can compare. Like when you want Ayurveda to become, to be compared with science, like you want data on whatever is written. So that is what I meant, not about the translation. Lekha, just please hold on. We would like to read that. We would, and please let the audience assess. Go ahead, Tony. എന്ത് കിട്ടിയില്ലേ? ഇതൊക്കെ റെഡി ആയിട്ട് തപ്പി എടുത്ത് വെച്ചേക്കണ്ടേ? ശ്യാംലാൽ ചോദിക്കാം, അതിന് ഇടയ്ക്ക് ടോണി തപ്പിക്കൊണ്ടുവരും. ശ്യാംലാൽ പറയാം. എനിക്കിവിടെ കാര്യം ആഡ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ചന്ദ്രശേഖർ പറയട്ടെ. ഓക്കെ, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫിസിക്കൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ് ഈ സർജിക്കൽ ടൂൾസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഹോമോ ഹാബിലസ് ഉപയോഗിച്ചിരുന്ന ഹാൻഡ് ആക്സും ഇന്നത്തെ മോഡേൺ സർജിക്കൽ എക്യുപ്മെന്റുമായിട്ട് സിമിലാരിറ്റി കാണും. കാര്യം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ വലിയ ഒരു ഏരിയയിലുള്ള ഒരു ഫോഴ്സിനെ ഒരു തിൻ ബ്ലേഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് സ്കിൻ കട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് സുശ്രുത ഉപയോഗിച്ചിരുന്ന ആ മെറ്റലുമായിട്ട് ബന്ധമില്ല. പിന്നെ കത്തി അത് കുത്തിക്കൊല്ലാനുള്ളതായാലും സർജിക്കൽ എക്യുപ്മെന്റ് ആയിരുന്നാലും രണ്ടിനും ഒരു ഷാർപ്പ് എഡ്ജ് കാണും. അതിന്റെ ഷേപ്പ് സിമിലർ ആയിരിക്കും. കാര്യം അതെല്ലാം ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറ് ഉപയോഗിച്ച് ഒരേ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണും. ഞാൻ കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സർജിക്കൽ ഇതും സ്റ്റോൺ ടൂൾസുമായിട്ട് സിമിലാരിറ്റി ഉള്ള സാധനങ്ങളെ വേണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ റൈനോപ്ലാസ്റ്റിയില് സുശ്രുതയാണ് ഇതിന്റെ ടെക്നിക്സ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. പലപ്പോഴും ഇന്നത്തെ റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തിരിച്ച് മൂക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്.
അന്നത്തെ ഒരു കാലത്ത് ഈ മൂക്ക് ചെത്തി വിടുക എന്ന് പറയുന്ന ശിക്ഷ വളരെ സാധാരണയായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നത് തുടയുന്ന മറ്റു ഒരു ആലിലയുടെ ഷേപ്പിൽ ഒരു മാംസ കഷ്ണം വെട്ടിയെടുത്തിട്ട് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യായിരുന്നു. അന്നത്തെ കാര്യത്തെ പുള്ളി ചെയ്ത് വലിയ കാര്യം തന്നെയാണ്, സമ്മതിക്കുന്നത്. പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ഇല്ലാത്ത ഒരു കാലത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഗ്രാഫ്റ്റ് എത്ര ശതമാനം സക്സസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്? ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് ഇന്നും നമ്മൾ അത് ഒരു കാലത്തെ ഹിസ്റ്ററി ആയിട്ട് മനസ്സിലാക്കുന്നതിലും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലും കാര്യമുണ്ട്. പക്ഷെ അത് സ്റ്റിൽ സയൻസ് ആണെന്ന് വാദിക്കുന്നതിലാണ് പ്രശ്നം. സയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫോൾസിഫയബിലിറ്റി ആണ്. ആയുർവേദത്തിന്റെ എല്ലാ പ്രിൻസിപ്പിൾസും നോക്കിക്കഴിഞ്ഞാൽ, മിക്ക പ്രിൻസിപ്പിൾസും നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഫോൾസിഫയബിൾ അല്ല. അപ്പൊ തന്നെ അത് സയൻസ് അല്ല. നിങ്ങൾ അതിന് വേറെ എന്ത് പേര് വിളിച്ചോളൂ, സയൻസ് അല്ലാത്തതിനെ നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കും. താങ്ക് യു. ഡോക്ടർ ലേഖ, can I ask a question? നിങ്ങൾ പറഞ്ഞു ഈ എന്താ പറയാ ഇഡിയോപ്പത്തിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോഡേൺ മെഡിസിനിൽ പല അസുഖങ്ങളുടെ കോസ് ഇഡിയോപ്പത്തിക് ആണ് എന്ന് പറയുന്നു. അതൊരു നെഗറ്റീവ് ഇതായിട്ടാണ് താങ്കൾ പറയുന്നത്. ഐ ഹോപ്പ് യു ഫോളോ വാട്ട് ഐ എം സേയിങ്. ഡോക്ടർ ലേഖ, ഷുഡ് ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഇല്ല മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ അപ്പം ഇഡിയോപ്പത്തിക് എന്ന് പറയുമ്പോൾ വി ആർ ആക്ച്വലി അഡ്മിറ്റിംഗ് ആൻഡ് ബട്ട് സ്റ്റിൽ ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ. അവിടെ നിർത്തുകയല്ല, റിസർച്ച് നടക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അതിന്റെ ചിലപ്പോൾ 5 വർഷം 10, ഇപ്പൊ ഞാൻ MBBS പഠിച്ച കാലത്തുള്ള ബുക്കല്ല ഇന്നുള്ളത്. ഒരുപാട് ഞങ്ങളത് ഇഡിയോപ്പത്തിക് എന്ന് പറഞ്ഞ പലതും ഇന്ന് കൃത്യമായി ശതമാനക്കണക്കിന് ഇന്ന കോസസ് ആണ് അതിനുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഇറ്റിയോളജി പത്തോജൻസ് ഒക്കെ കുറെ കൂടെ ക്ലാരിഫൈ ഓവർ 20 years പോലും നടന്നിട്ടുണ്ട്. ഞാനിപ്പോ പാസ്സായിട്ട് അത്രയും വർഷം ആകുമ്പോഴത്തേക്കും there's been a drastic change in the subject. അതല്ലേ ബെറ്റർ? അതിന് പകരം ഇതെല്ലാം വാദം അല്ലെങ്കിൽ പിത്തം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഫത്തിന്റെയോ ദോഷമാണ് എന്ന് പറയുകയും നോബഡി നോസ് എക്സാക്ട്ലി ഇതെന്താണെന്നോ ഇത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, ഇത് റിപ്രൊഡ്യൂസബിൾ അല്ല, മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇറ്റിയോളജി പറഞ്ഞിട്ട് ആൾക്കാരുടെ അത് ശരിക്കും ഒരു സ്യൂഡോ തന്നെ അല്ലേ? ആൾക്കാരെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു വളരെ വേഗമായിട്ടുള്ള ഇൽ ഡിഫൈൻഡ് കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നിട്ട് അതിനേക്കാൾ ഭേദമല്ലേ സത്യത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ട് റിസർച്ച് ചെയ്ത് വിത്തിൻ 10 years or 15 years നമ്മൾ അത് ഐഡിയോപ്പതിക്ക് മാറ്റിയിട്ട് കറക്റ്റ് കോസ് കൊടുക്കുന്നതല്ലേ അതിന്റെ ശരിയായ മെത്തേഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദാറ്റ്സ് വാട്ട് മോഡേൺ സയൻസ് ഓർ മോഡേൺ മെഡിസിൻ ഇസ് ഡൂയിങ്. വേറെ ആയുർവേദ ഈ പഴയ കോൺസെപ്റ്റ് ഇപ്പോഴും വീണ്ടും അത് തന്നെ റീകർഗിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതൊരു അങ്ങനെയല്ലേ അതിന്റെ ഒരു വാട്ട് യു സേ? Do you agree with what my observation? Yeah, when I was speaking about idiopathic, I also told that പിന്നെയും അതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട്. I agreed to that point. I did say that point, I think. Okay, ഡോക്ടർ ലേഖ സ്ഥാപിക്കുന്നത് ആയുർവേദം സ്യൂഡോ സയൻസ് അല്ല എന്നാണ് പറയുന്നത്. ആയുർവേദം സയന്റിഫിക് ആണ് എന്ന് ലേഖ പറയാനുള്ള കാരണം എന്തുവാണ്? I am telling Ayurveda is a science in its own. അതിൻ്റെ ആയിട്ട് ഉള്ള principles വെച്ചിട്ട് it is a science on its own, and it need not be compared with others, or it need not be these experiments to be done to prove it, to say that own science this is എന്ന് പറയുന്നത് എന്താണ്? ഓൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള principle. അല്ല ഡോക്ടർ ലേഖ, വാട്ട് ഈസ് സയന്റിഫിക് മെത്തേഡ്? No, Rekha, I will tell you another example. Kripasanam is a science on its own. It's different from the normal science. Break me. She might not have heard about it. Okay, Uraligamattal, anything, whatever you have heard of. പൊങ്കാല, തുപ്പൽ ചികിത്സ. These are all sciences of their own, like homeopathy. Homeopathy is a science on its own. It's got its own physics and chemistry. It's completely outside the realm of known principles of our reality. So would you call homeopathy? ഞാൻ നേരത്തെ ചോദിക്കാൻ പോയ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചോട്ടെ? അല്ല, you consider homeopathy as a science of its own? ഹോമിയോപ്പതി കാരനടുത്ത് അത് ചോദിക്കണം. I cannot tell them that this is right. So there is a separate science. There is separate science of that. Or science the performances of Mata Amritanandamayi is a science of its own. അങ്ങനെയാണോ? ഈ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Define that science, or define scientific method. That will be better. Somebody was asking that here. Could you please define the scientific method to us and like 400 people who are listening, for the benefit of the crowd? Okay. The scientific methods which
I'm just telling what I like. Someone asked, I'm sorry, I forgot your name, like about Vadam, Pittam, Kapam. Idellam paranjittu, like you need not fool people or anything like that. But that is not how we treat. Like, maybe there are some people who just because they don't know to answer like any question to a patient, they may just say that. But what we do is, how we were taught is to explain to the patient when they come, like what is it, what is actually causing this, and how you can reduce, like what lifestyle changes you can do, what foods you can take or not അല്ല take, and ഡോക്ടർ all ലേഖ, these ഞാൻ things. ജസ്റ്റ് സോറി ടു ഇന്ററപ്റ്റ്, റിയലി സോറി ടു ഇന്ററപ്റ്റ്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. വാട്ട് ഈസ് സയന്റിഫിക് മെത്തേഡ്? Scientific methods of Ayurveda is what I'm talking about. Well, there is no such thing. It's only scientific method. Okay. I was telling the principles of Ayurveda. Like when we follow Ayurveda, according to the Okay. principle of Do we Ayurveda, have different? I think Okay. that it need not be compared with other science. Okay. Let's look at this way. ഈ പേഷ്യന്റ് ഒന്ന് തന്നെയല്ലേ? ഈ മോഡേൺ മെഡിസിൻ ആയാലും ഹോമിയോപ്പതി ആയാലും ആയുർവേദം ആയാലും ഈ പേഷ്യന്റ് ഒന്ന് തന്നെയല്ലേ? ഒരു പേഷ്യന്റിനെ പുറത്തല്ലേ ഇതെല്ലാം പ്രയോഗിക്കുന്നത്? Yes. ആണോ അല്ലേ? അത് അതെ. ആയുർവേദത്തിന് വേറെ പേഷ്യൻസ് ഉണ്ട്. സാഹിബുള്ളി ഒരു കാര്യം അല്ല, ചോദിക്കും. same. Patient is same. അപ്പൊ എങ്ങനെയാണ് ഈ നിങ്ങൾ ഒരേ ലക്ഷണങ്ങൾ ഈ ദർശനം, സ്പർശനം, പിന്നെ വേറെ എന്തോ ഉണ്ടല്ലോ, എന്താണ് ദർശനം, സ്പർശനം, മൂന്നാമത്തെ ഐറ്റം എന്തുവാ? നമ്മുടെ ഹെൽപ്പ് ചെയ്യാം. പ്രശ്നം. അപ്പൊ ദർശനം, സ്പർശനം, പ്രശ്നം, ഇങ്ങനെയാണല്ലോ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഒരേ ലക്ഷണം കാണിക്കുന്ന രോഗം, ഒന്നിലധികം രോഗങ്ങൾക്ക് ഒരേ ലക്ഷണങ്ങൾ വരുമല്ലോ, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, give us a good example, gentlemen. What example do we give that has similar symptoms? Let's go for hepatitis or headache. ഒരു ഹെഡേക്ക് വന്നു, അത് ട്യൂമർ ആണോ, അത് നോൺ മെലിഗ്നന്റ് ക്യാൻസർ ആണോ, അത് ഹെമറേജ് ആണോ എന്നെങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? പേഷ്യന്റിനോട് ആദ്യം ഹെഡേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വി ടേക്ക് ദ ഹോൾ ഹിസ്റ്ററി. പറയൂ Very ലേഖ, പറയൂ. Am I ലേഖ കണ്ടിന്യൂ ചെയ്യൂ, audible? കണ്ടിന്യൂ ചെയ്യൂ. കേൾക്കാം. അത്രേ ഉള്ളോ? ഹിസ്റ്ററി എടുക്കും, ഹലോ. എന്നിട്ട് പറഞ്ഞോളൂ ലേഖ, പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ ഇപ്പം മോഡേൺ ഡയഗ്നോസ്റ്റിക് ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഡൗട്ട് വരും. ബിക്കോസ് ആയുർവേദം പഠിക്കുമ്പോൾ വി ഓൾസോ ലേൺ അലോങ് വിത്ത് അലോപ്പതി. ഇപ്പോഴത്തെ സിലബസിൽ ആയുർവേദവും അലോപ്പതിയും ചേർന്നാണ് പഠിക്കുന്നത്. Again, I അപ്പം said അങ്ങനെ allopathy is no please. treatment. സോറി You don't mix മോഡേൺ allopathy with മെഡിസിൻ, modern മോഡേൺ medicine. Allopathy is with ആയുർവേദം Ayurveda. അലോപ്പതി അല്ലേ? ഈ അലോപ്പതി എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ലെറ്റിങ്ങും വമനം, വസ്തി, ഇതൊക്കെയാണ് അലോപ്പതി പണ്ട് ആനിമന്റെ സമയത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. ബ്ലഡ് ലെറ്റിങ്, ട്രെപ്പനിങ്, അങ്ങനെയുള്ള കുറെ പരിപാടികൾ അത് ഇപ്പോഴും ഉണ്ടല്ലോ ആയുർവേദത്തില്. ഈ വമനം, വസ്തി ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അത് തന്നെയാണ് അലോപ്പതി. ആയുർവേദമാണ് അലോപ്പതി. നോ ഡിഫറൻസ്. മോഡേൺ മെഡിസിനും ബുക്സും ആയുർവേദ ഇത് നമ്മൾ ഒന്നിച്ചാണ് പഠിക്കുന്നത്. അത് ബിക്കോസ് 70-ന് ശേഷമല്ലേ? 70-ന് മുമ്പ് എങ്ങനെ നിങ്ങൾ ചെയ്തു? ഐ വാസ് നോട്ട് ബോൺ ബിഫോർ ദാറ്റ്, സോ എനിക്കത് അറിയത്തില്ല. ഓക്കെ. ഇല്ല, മോഡേൺ മെഡിസിൻ അവർ പഠിക്കുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. മോഡേൺ മെഡിസിൻ അവർ പഠിക്കുന്നില്ല. അവർ ബയോകെമിസ്ട്രി പഠിക്കുന്നുണ്ട്. മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഒരു പക്ഷേ, അല്ലെങ്കിൽ സ്കാനിങ്ങും MRI ഒക്കെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷേ ദേ ആർ നോട്ട് സെയിം അല്ല. അല്ല, അത് എന്റെ ക്വസ്റ്റ്യൻ, why are you doing that, Dr. Lekha? Why do you think you have to study modern diagnostics and methods along with your Ayurvedic principles? That is how the syllabus is formed, and No. Forget about the syllabus. it's Why? No, We have why? to ask The question is ourselves, why? why? Yes, when we ask the question why, this is what we were given the answer. But do you believe that? But it's not about, do you accept that answer? Yes, So I I'll do tell you why. accept. I'll tell you why. Because Ayurveda is a pseudoscience. It is incomplete and confused. That is why it needs the help of an actual science to support it. That's why. അത് അവർ പറയില്ല, because they want you to stay in the course and they want you to keep going on. That is why they don't tell you. But this is the truth. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ആലോചിക്കില്ലേ, എങ്ങനെയാണ് ഈ മോഡേൺ സയൻസിന്റെ സഹായം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്? When
അപ്പൊ 70-കൾക്ക് ശേഷമാണ് ഇതൊരു BMS എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇറ്റ് ഇസ് റീസൺ അഡിഷൻ. അപ്പം ഈ ആയിരക്കണക്കിന് വർഷം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്? എന്നായിരുന്നാലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നാലും മനുഷ്യന് തലവേദന ഉണ്ടാവില്ല. അപ്പൊ തലവേദന ഉണ്ടാകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് ചികിത്സിക്കുന്നത്? ഞാൻ പറയുന്നത് മലയാളം മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിൽ പറയണോ? Yes, I can understand. Okay. So all these years, people have been treating headaches. So how do they treat the same, a disease with, multiple diseases with the similar symptoms? Like, we need to understand that method. Is it just by looking and understanding the history and touching and feeling? Will you be able to understand what's going on inside a person's head? Like, or if something is wrong with his liver, if it is hepatitis A, B, or C, how would you diagnose that? They all exhibit the same kind of symptoms. I need to understand that. We all want to understand that. So you are telling us that this has evolved by associating and using the tools of modern science, and now it is following a different path. But there is a slight bit of deception and dishonesty in that, because all these years this has been going on without any kind of diagnostics tools, and suddenly, all of a sudden, we have these new modern tools and we're using them. It's good that you're using them, but why use those tools and then continue on with diagnosis and then finally use your own medicines when there are better, proven, scientifically acceptable, those that have got clinical evidence? There are several medications available. So why would you do that? I mean, there is a bit of deception and unionism in there, isn't it? Just a കൈപ്പള്ളി, another thing Yeah. is that the reason why ഇപ്പൊ ഡോക്ടർ ലേഖ പറഞ്ഞല്ലോ ആയുർവേദം ഒരു സയൻസ് ആണ്, അതിൻ്റെതായ സയൻസ് ആണെന്നുള്ളത്. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് തന്നെ ഈ സിലബസ് ആണ്. അതായത് അവര് അതിനകത്ത് ശരിക്കും സയൻസിന്റെ ഒരു ട്രെയിലർ കാണിച്ചിട്ട് ആയുർവേദത്തിന്റെ സിനിമ കാണിച്ചു. കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആണ്. അപ്പൊ അവരുടെ വിചാരം ഈ കണ്ട സിനിമയും ഈ ട്രെയിലറിന്റെ എന്തോ ഭാഗമൊക്കെ അതിനകത്ത് ഉണ്ടെന്നാണ്. ശരിക്കും ട്രെയിലർ ടോട്ടലി ഡിഫറെന്റ് സിനിമയുടെയാണ്. അതാണ് you പറ്റിപ്പോയത്. mean അതുകൊണ്ടാണ് they are not ready to accept it. Abhi Syriac, are you telling me that this is a classic ചേട്ടത്തെ കാണിച്ചിട്ട് അനിയത്തെ കാണിച്ചിട്ട് ചേട്ടത്തെ കെട്ടിക്കണ പരിപാടി അതാണോ? അങ്ങനെയും പറയാം. ഇത് തന്നെയാണ് സംഭവം. ബിക്കോസ് ഇവർ ഈ മോഡേൺ ടൂൾസ് യൂസ് ചെയ്യുന്ന ഇവരുടെ വിചാരം ദേ ആർ ആക്ച്വലി ഡൂയിങ് സംതിങ് സയന്റിഫിക് എന്നാണ്. ബട്ട് ആക്ച്വലി ദർ പ്രിൻസിപ്പിൾസ് ആർ കംപ്ലീറ്റ്ലി അൺസയന്റിഫിക്. സയൻസ് ഇല്ല അതിനകത്ത്. പക്ഷെ ഈ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പുതിയതായിട്ട് ഈ മോഡേൺ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ സംഭവം കംപ്ലീറ്റ്ലി മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ആൾക്കാരെ കംപ്ലീറ്റ്ലി കബളിപ്പിച്ച്, ആൾക്കാരെ അല്ല, പിള്ളേരെ, സ്റ്റുഡൻസിനെ കബളിപ്പിച്ചിട്ട് അവർ പിന്നെ എങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നോക്കി നിൽക്കുകയാണ്, ഇങ്ങനെ തൂങ്ങിക്കിടന്ന് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ. അതിലാണ് ഈ വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ആർഗ്യുമെന്റ്സ് എല്ലാം വരുന്നത്. ദാറ്റ് ഈസ് ദ സെയിം തിങ് വാട്ട് ഡോക്ടർ ലേഖ ഈസ് സെയിങ്. അവരെ ഞാൻ ഒരിക്കലും പഴിചാരുന്നില്ല, ബിക്കോസ് ഷി ഹാസ് ബീൻ ടോട്ട് എവറിത്തിങ് റോങ് ഇൻ ദ റോങ് വേ. That is the problem. No, actually, it's unfortunate that there are a lot of good people, very good people, who have to actually justify this deception. They are forced to justify this deception and stay within the system and not even ask the question. People even blatantly say that this is what has been taught, so we accept it. This is what has been prescribed, so we follow it. That's hardly the scientific method. That's a logical person would ask, isn't there some inconsistency in this? Why are we doing this when we already have these things mentioned in our texts? How to diagnose, അത് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം. പക്ഷെ ഇന്നത്തെ രോഗങ്ങളൊന്നും ഗ്രന്ഥത്തിൽ ഇല്ല എന്ന് വേറൊരു വിഷയം. രക്തം മാത്രമേ ഉള്ളൂ. ഒരു സംശയം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഡോക്ടർ ലേഖയോട്. അതായത് ഈ മോഡേൺ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ഉപയോഗിച്ചിട്ട് ഏത് മെത്തേഡ് ഉപയോഗിച്ചാലാണ് ഈ വാദം, പിത്ത, കഫം കാണാൻ പറ്റുന്നത്? അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. Vadam, Piktam, Kapam is totally, you can understand it only by interacting with the patient and looking at the patient. So what is the point in doing an investigation? Why waste the money of the patients that are approaching you? See, investigation, we don't send them mostly for investigation. Only when the doctor itself has a doubt that maybe the patient may, like we get patient
who's like പക്ഷാഘാതം ഇനിയിപ്പോ തന്നെ എപ്പോഴെങ്കിലും അടുത്ത് എപ്പോഴെങ്കിലും വരും ഉള്ള ഒരു ഇതിൽ വരുമ്പം ലൈക്ക് they feel weakness of one side. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം then there is no strength in one side. They are just starting to feel അങ്ങനെ വരുമ്പം there is medicine in modern medicine. There is quick relief which will give them. Then we directly send them to a modern medical hospital. We tell them നമുക്ക് ഇപ്പം ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ പോയിക്കോളൂ, നല്ല ചേഞ്ച് വരും. ഇതൊക്കെ നമ്മൾ പറയും. വി ടെൽ ദം ഗോ there. അല്ല ഡോക്ടർ ലേഖ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു വ്യക്തി ആയുർവേദത്തിലോട്ട് വരണം? എത്രത്തോളം ഈ അൺസയൻറ്റിഫിക് ആണെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒറ്റ സെക്കൻഡിലേക്ക്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, നിങ്ങൾ മോഡേൺ സയൻറ്റിഫിക് ടൂൾസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന പ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉള്ള ഈ പറയുന്ന സയൻറ്റിഫിക് ആയിട്ട് എല്ലാ എക്സ്പ്ലനേഷനും കൊടുക്കാൻ സാധിക്കുന്ന ഒരു ചികിത്സാ രീതി ഉള്ളപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ചികിത്സാ രീതിയിലോട്ട് എന്തുകൊണ്ട് ഒരു സാധാരണ പേഷ്യൻ്റ് അല്ലെങ്കിൽ രോഗി വരണം? അതിനെന്താണ് മറുപടി? എന്താണ് ഇതിൽ നിന്ന് ഈ പറയുന്ന മോഡേൺ മെഡിസിനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആയുർവേദത്തിന് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എന്ത് ചോദ്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ സാധിക്കുന്നത്? മെഡിസിൻ്റെ ടോക്സിറ്റിയെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഇല്ല. ചികിത്സാ രീതികളെ പറ്റി ചോദിച്ചാൽ എങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള അസുഖം ഈ പറയുന്ന ഒരേ രീതിയിലുള്ള സിംറ്റംസ് ആയിട്ടുള്ള വരുന്നത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ ചോദിച്ചാൽ ആൻസർ ഇല്ല. ഓക്കെ, ഐ വിൽ മേക്ക് ഇറ്റ് മോർ സിമ്പിൾ. ഇപ്പൊ നടക്കുന്ന ചികിത്സ നിങ്ങൾ മോഡേൺ ടൂൾസ് ഒക്കെ വെച്ച് ഡയഗ്നോസ് ചെയ്തു. ഈ എപ്പിലെപ്സിക്ക് ഉന്മാദ ചികിത്സ ചെയ്യുന്നുണ്ടല്ലോ. ഐ ഹോപ്പ് യു നോ വാട്ട് ഇസ് ഉന്മാദ ചികിത്സ. അതിന് വേറെ എങ്ങനെയാണ് എപ്പിലെപ്സി വാട്ട് ഈസ് എക്സാക്ട്ലി ഈസ് ഉന്മാദ ചികിത്സ എന്നുള്ള ഇവിടെ ഇരിക്കുന്ന ഈ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പറ. ആൻഡ് ഹൗ ഡസ് ദാറ്റ് ഹെൽപ്പ് എപ്പിലെപ്സി എന്നൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്താണ് ഉന്മാദ ചികിത്സ, എന്താണ് അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കൊടുക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് പറയാമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് എപ്പിലെപ്സി മാറ്റുന്നതെന്നൂടെ ഒന്ന് പറഞ്ഞുതരാം. നേരത്തെ ഞാൻ ചോദിച്ചതിനും കൂടി എനിക്കൊരു ആൻസർ വേണം കേട്ടോ. അതിനുശേഷം ഇത് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ആദ്യം ഇത് പറഞ്ഞിട്ട് കൺവീനിയൻസ് അനുസരിച്ച് whichever you want you can do. Hanish or me, anybody. Yeah, it's up to you. So the proved successful treatment, proved എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തില് മാക്സിമം നിറയെ പേഷ്യൻസ് വരുന്നത് they come for obesity and then digestion problems, menstrual disorders, then menopausal disorders. ഇതിനൊക്കെയാണ് പേഷ്യൻസ് കൂടുതൽ വരുന്നത്. when they come we analyze the disease, chronic ആണോ അല്ല, ഇപ്പം ലൈക്ക് വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദിയർ ഓൺസെറ്റ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വി സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് ഓർ വി ജസ്റ്റ് ഗിവ് ദം ഇൻ സം. ചിലർക്ക് ഇന്റേണൽ മെഡിസിൻ മതി, ചിലർക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞത് നമ്മളിപ്പോൾ 2 മാസമായിട്ട് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ടേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന രോഗമാണെന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യാൻ പറ്റുന്നത്? ഒരു രോഗി പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ആ രോഗിക്ക് എത്രത്തോളം കാര്യങ്ങൾ പറയാൻ സാധിക്കും? മോഡേൺ മെഡിസിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് സയൻറ്റിഫിക് ടൂൾസ് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഈ 2 രീതികളും തമ്മിൽ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്നത്, ആയുർവേദ ഡോക്ടറെ അടുത്ത് വരുന്നത്? അവർക്ക് മോഡേൺ മെഡിസിനിൽ പോയപ്പോൾ വേറൊരു ഡോക്ടർ അല്ല, ഈ റിസൾട്ട് എന്ന് പറയുന്നത് ടു ബി ഓൾ ഡ്യൂ റെസ്പെക്ട്, ഞാൻ തൃശ്ശൂർക്കാരനാണ്. അവിടെ കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ വന്നാലും ഒരുപാട് റിസൾട്ടുള്ള രോഗികളുണ്ട്. അവിടെ കാല് ഏത് മരുന്നിനാണ് ഏത് രോഗത്തിനാണ് അവിടെ ചികിത്സ ഇല്ലാന്ന് ചോദിച്ചാൽ അവർക്ക് എല്ലാത്തിനും ഉണ്ട്. ക്യാൻസറിനടക്കം അവിടെ ചികിത്സയില്ല. പ്രാർത്ഥിച്ച് അവിടെ ചികിത്സ മാറ്റുന്നുണ്ട്. അവരും ഹാപ്പിയാണ്. അതല്ല നോക്കേണ്ടത്. നമ്മളിപ്പോൾ വരുന്ന പേഷ്യൻസിൻ്റെ ഹാപ്പിനെസ് അല്ലേ നോക്കുന്നത്. അവരും ഹാപ്പിയാണ്. പക്ഷേ ഇത് മാറിയോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും? അതും പേഷ്യന്റ് തന്നെ പറയത്തില്ലേ? പേഷ്യന്റ് ഒരു ഡിസീസ് ആയിട്ട് പേഷ്യന്റ് പറഞ്ഞ ഒരു ക്യാൻസറിന് നിങ്ങൾ ചികിത്സിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നു. പേഷ്യന്റ് പറഞ്ഞു എനിക്ക് നല്ല സുഖമുണ്ട് പറഞ്ഞ ക്യാൻസർ മാറിയോ? അങ്ങനെയാണോ? ക്യാൻസർ മാറ്റാൻ പറ്റുന്നുള്ളത് ആയുർവേദത്തില് ക്യാൻസർ വ്യാപ്തിയാണോ? ക്യാൻസർ ചികിത്സിക്കുന്ന ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് ഇവിടെ വന്നിരുന്നു കേട്ടോ. Cancer curing and diabetes curing. Do you cure diabetes?
ഫുള്ളി ക്യൂർ ആവുന്ന അവകാശവാദം ഉന്നയിച്ച ഡോക്ടേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ഫുള്ളി ഫുള്ളി ക്യൂർ ആവുമെന്ന്. ഡു യു അപ്പോൾ ക്യൂർ ഡോക്ടർ ഷീലേനെ But കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തോന്നരുത്, കാരണം ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കേണ്ടി ഇല്ല, വരുന്നത് ഇല്ല, കേട്ടോ. ഇല്ല, അല്ലാതെ no നിങ്ങളെ problem, no problem, no problem. ഓക്കെ, ഈ പറയുന്നതൊക്കെ താഴെ ഇരിക്കുന്ന ആൾക്കാരുടെ സംശയങ്ങളാണ്, ഞങ്ങൾ ചോദിക്കുന്നത് മാത്രം. താങ്ക് യു. Yeah, I understand. See, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഓരോരോ ഡിസീസിനും ഈസിലി ക്യൂറബിൾ, ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്ലി ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരും, ഓർ ഇറ്റ് വോണ്ട് ബി ക്യൂർഡ്. ഇങ്ങനെ ഡിവിഷനിലുണ്ട്. അപ്പം അവരുടെ ഒരു എസ്പെഷ്യലി ലൈക്ക് ഇപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കർക്കിടക അർബുദം എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ സാമ്യമുണ്ട്. അപ്പൊ അതുപോലെ വരുമ്പം there are doctors who treat cancer but they treat it, but അത് ക്യൂർ ആണെങ്കിലും they have to take lifelong medicines, but it's like not 100% അത് ക്യൂർ ആവുന്നുള്ളത് പറയാൻ പറ്റത്തില്ല. But the lifeboat കുറെ is not. like in Karnataka there are like many posters which say there are like people who cure cancer here, who can cure cancer here. അങ്ങനെയൊക്കെ പല അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് പേഷ്യൻസ് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ we tell them that cannot be trusted. Okay. പിന്നെ പ്രമേഹം ഇതിനോട് അനുബന്ധിച്ച് എനിക്കൊരു ഡൗട്ട്. ഐ മീൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒന്നിനും ആൻസർ കിട്ടിയില്ല. ഇല്ല. അതുപോലെ തന്നെ ടോണി ചോദിച്ച ചോദ്യത്തിന് ആൻസർ ഇല്ല. അല്ല, ഇനി ആബിക്ക് ചോദിക്കാൻ ടൈം വന്നില്ല. ലെറ്റ് ഹർ ആൻസർ ദാറ്റ്, then Abby can ask. Lekha, you can answer my question now. ഉന്മാദ ചികിത്സ. എപ്പിലെപ്സി നിങ്ങൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിലെപ്സി ഉണ്ടല്ലോ. എനിവേ, അതെങ്ങനെ മനസ്സിലാക്കും? അതേപോലെ ഇതിനെല്ലാം കൂടെ ഉന്മാദ ചികിത്സ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എപ്പിലെപ്സി മാറുന്നത് എന്നുള്ളതോടെ ഒന്ന് പറഞ്ഞു. എന്താണ് ട്രീറ്റ്മെന്റ്, എങ്ങനെയാണത് മാറുന്നത്? ഓക്കെ, എപ്പിലെപ്സി പേഷ്യൻസ് ലൈക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വെരി റെയർ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പം they have already prescription, they are taking medicines, so when they stop the medicines they say they get the bout again. So അങ്ങനെയൊക്കെ വരുമ്പം we don't ask them to stop the medicine. നമ്മൾ മറ്റേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനെ we don't ask them to stop it, because So you don't tell them to stop the medicine prescribed by the modern medicine practitioner? No. And Okay. even for hypertension, like when people with hypertension, they also take medicine, like modern medicine, because Ayurveda medicine eppalum ella salathlum kittanonnilla. So even though when I tell them like you know, there are people who say like it's completely, I'm sorry, completely curable aanu anganeyokka paranjalum, like if there is any trigger and their BP just shoots up, like you know, they cannot go and run for an Ayurveda medicine and ഡോക്ടർ ലേഖ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കോട്ടെ പറഞ്ഞതിൽ. ഇപ്പൊ ആൾറെഡി ഒരു ട്രീറ്റ്മെന്റ് മോഡേൺ മെഡിസിൻസ് കഴിക്കാത്ത ഒരു എപ്പിലെപ്റ്റിക് പേഷ്യന്റ് എപ്പിലെപ്സിയുടെ സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ ഹൗ യു ട്രീറ്റ്? അതാണ് ചോദ്യം. എക്സാക്ട്ലി, അതായിരുന്നു എന്റെ ചോദ്യം. താങ്ക് യു ഡോക്ടർ ഹരീഷ്. ഓക്കെ, എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെന്റ് ഇതുവരെ എടുക്കാത്ത ഒരു പേഷ്യന്റ് വരുമ്പോൾ then patient will be in observation, like because our will be actually admitted in a hospital. If it is a bedded hospital, they will be admitted there under the supervision of a doctor. അവർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് there are some oil to be applied externally, അത് ചെയ്യുന്നുണ്ട്. പിന്നെ internal medicine കൊടുക്കും. And if it is very harmful to the patientന് തന്നെ അത് ഭയങ്കരമായിട്ട് ഹാംഫുൾ ആയിട്ട് ഇതാവുന്നുണ്ടെങ്കിൽ we recommend them to take modern medicine. Stop. No. നമ്മൾ അവിടെ ഒഴുക്കമട്ടില്ല. ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്യുന്നു, ഐ ഡു അണ്ടർസ്റ്റാൻഡ്. ഇന്റേണൽ മെഡിസിൻ, ഐ തിങ്ക് ദാറ്റ് ഇസ് വേർ ദിസ് ഉന്മാദ ചികിത്സ കംസ് പ്ലേസ് എ റോൾ. അത് അന്നല്ലോ എപ്പിലെപ്സിക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഉന്മാദ ചികിത്സ. ബുക്കിൽ പറഞ്ഞതുപോലെ ഇപ്പം ചില ഉന്മാദ ചികിത്സ എപ്പിലെപ്സിക്ക് ചെയ്യുന്നതല്ലേ? കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. ഉന്മാദത്തിന്റെ എല്ലാ സിംറ്റംസും ഉണ്ടാവുന്നില്ല, ബട്ട് എപ്പിലെപ്സിക്ക് ഉന്മാദ ചികിത്സയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെപ്പറ്റി പറയൂ. അത് ചെയ്യുന്നത് എങ്ങനെയാണ്?
അതിനകത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ രോഗിയുടെ അസുഖം മാറുന്നത്, ഇതാണ് നമുക്കറിയേണ്ടത്. മോഡേൺ മെഡിസിനോട്ട് വിടുന്നതും തലയിൽ എണ്ണ ഒഴിക്കുന്നതും അവിടെ വെക്കാം. ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ്. ഇന്റേണൽ മെഡിസിനും ടോട്ടലായിട്ട് ഉന്മാദം ക്യൂർ ആവുന്നുള്ളത് ഷുവർ അല്ല. മേ ബി ദേ ഹാവ് ടു ടേക്ക് ദ മെഡിസിൻ ലൈഫ് ലോങ്. വാതികമാണോ No. ഭൗതികമാണോ You're still കഫജാണോ not നമ്മളൊരു got my point. Explain Unmada Chilsa. What are the medicines given for Unmada Chilsa and how do they act on the patient in resolving the problem? നമ്മൾ അതാണല്ലോ പഠിച്ചത്. അതിൽ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മോഡേൺ മെഡിസിനോട്ടൊക്കെ വിടും, എടുക്കും, അതൊക്കെ എഗ്രി ചെയ്തു. എനിക്കറിയേണ്ടത് ഈ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്, ഇതിന് കൊടുക്കുന്ന മെഡിസിൻസ് എന്തൊക്കെയാണ്, അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ രോഗിയെ ഭേദമാകാൻ സഹായിക്കുന്നത്. ഉന്മാദം ചികിത്സ ചെയ്താൽ ഭേദപ്പെടുന്ന ഒരു രോഗിയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവിടെ നിന്നാണ് എനിക്കറിയേണ്ടത്. ഒരു രോഗി വരുമ്പം അതാണ് വാദം പിത്തം കഫം എങ്ങനെയാണെന്നുള്ളത് നോക്കും. വാതിക ഉന്മാദമാണോ പൈത്തികമാണോ കഫജമാണോ അല്ല ത്രിദോഷമാണോ നോക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. ഓക്കെ, ഐ വിൽ ഗെറ്റ് മോർ സ്പെസിഫിക്. ഇനി ഈ വമനം ഉന്മാദ ചികിത്സയുടെ ഒരു ഭാഗമാണോ? ഹലോ, am I audible? Yes. Yeah, okay. ഡോക്ടർ ലേഖ, ഈ വമനം ഉന്മാദ ചികിത്സയുടെ ഒരു ഭാഗമാണോ? ഹലോ, വമനം എന്ന് പറയുന്നത് ഉന്മാദ ചികിത്സയുടെ ഒരു ഭാഗമാണോ? ഹലോ. Okay, Dr. Lega, please exit and come back. I think there is a problem. She can't hear anything that's going on. ഹലോ, കേൾക്കാമോ ഡോക്ടർ ലേഖ? Lekha, exit the room and come back. There is a problem. You're not able to hear us. All right. We'll go to Ashwin. I mean, normal sequence അനുസരിച്ച് Adnan is here. Adnan? അഡ്നാനോട് ഉണ്ടോ? അഡ്നാൻ, ഹലോ അഡ്നാൻ. Adnan. I'm sorry. Adnan is saying. Okay. Hello. Okay. Yes, and then audience-ലേക്ക് മടങ്ങും. Because okay, I think Dr. Lekha has come back. Dr. Lekha, am I audible? Please unmute and speak. Dr. Lekha, can you hear us? Okay, guys, we have wasted a lot of time. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഡോക്ടർ ലേഖ അൺമ്യൂട്ട് ചെയ്യാവും. അതെന്താ പ്രശ്നം എന്നറിയാം. എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് സൊല്യൂഷൻ ആയത് ഫോൺ റീബൂട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോഴാണ് ചെയ്തത്. ഇപ്പൊ ലേഖ അൺമ്യൂട്ടഡ് ആണ്, പക്ഷെ ഡോക്ടർ ലേഖ അൺമ്യൂട്ടഡ് ആണ്, പക്ഷെ കേൾക്കുന്നില്ല. എനിക്ക് സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്ത് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോഴാണ് ശരി. I don't think you need to go to that extent. I think you just need to close the app and come back. You can just close the app and come back. Reboot. ടോണി, ഞാനൊന്ന് ടോണിയോട് ചോദിച്ചോട്ടെ. ഈ ഉന്മാദ ചികിത്സ എന്ന് പറയുന്നത് എപ്പിലെപ്സി ആണോ അതോ നമ്മള് മാനിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആണോ? മാനസിക രോഗമായിട്ടാണോ ഉന്മാദം, അതോ ഒരു എപ്പിലെപ്സി ആയിട്ടാണോ? എപ്പിലെപ്സിക്ക് ഒരു ഉന്മാദ ചികിത്സ ചെയ്യുന്നുണ്ട്. രണ്ടിനും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എപ്പിലെപ്സിക്കാണ് ഞാൻ അത് വായിച്ചു വന്നപ്പം ഉന്മാദ ചികിത്സ ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഒരു എപ്പിലെപ്സിക്ക് ഒരു ആയുർവേദത്തിലൊരു ടെക്നിക്കൽ ടേം ഉണ്ടോ? അപസ്മാരം. അപ്പൊ അത് പറഞ്ഞത് ഇന്നാളിൽ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ, ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത് ഈ വായുവ് പല ടൈപ്പിലുണ്ട്. അത് ഈ ശ്വാസം എടുക്കുമ്പോൾ ഒരു വായുവിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു പ്രത്യേക വായു തലയ്ക്കകത്തോട്ട് കയറി പോകുന്ന പറഞ്ഞത്. അങ്ങനെ പോകുമ്പോഴാണ് അപസ്മാരം ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വായുവിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഉന്മാദ ചികിത്സ ചെയ്യുന്നതെന്നും, അങ്ങനെ ഉന്മാദ ചികിത്സ ചെയ്ത് കഴിയുമ്പോൾ ആ വായു ഇറങ്ങി പോകുമെന്നുമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു തന്നത്. അതിന് വമനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറെ ഛർദിച്ചു ഒക്കെ കഴിയുമ്പോ അത് ഏത് ഉന്മാദത്തിൽ ഇരിക്കുന്നവനും വയമ്പ് ഓവർഡോസ് കൊടുത്താണ് അവർ വമനം നടത്തുന്നത്. ഊപ്പാടിളകി
ഈ ചരക സംഹിത ഓൺലൈൻ എന്ന് പറയുന്ന സംഭവമാണ്. അതിനകത്ത് നോക്കിയാൽ കാണാം അപസ്മാര ചികിത്സയ്ക്ക് ഇവർ കൊടുക്കുന്നത് പഞ്ചഗവ്യ ഘൃതമാണ്. പഞ്ചഗവ്യ ഘൃതം. ഹലോ, കേൾക്കുന്നില്ല? കൈപ്പള്ളി ഓഡിയബിൾ അല്ല. കൈപ്പള്ളി എന്റെ പ്രശ്നമാണ്. എന്നാണ് അല്ല, കൈപ്പള്ളി is not audible. കൈപ്പള്ളി, your sound is breaking. ക്ലിയർ ആയോ? എന്താണ് പ്രശ്നം? ഇല്ല പള്ളി ക്ലിയർ അല്ല. ഹലോ, ക്ലിയർ അല്ല ക്ലിയർ അല്ല. കേൾക്കാമോ? കേൾക്കാം ഇത്ര. കേൾക്കാം. ഇതാരാ? ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഈ ചരക സംഹിത ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആർക്കും പോയി നോക്കാം. അതിനകത്ത് ചാപ്റ്റർ വൈസ് അവര് അസുഖത്തിന്റെ ചികിത്സകൾ പറയുന്നുണ്ട്. ഈ പറയുന്ന അപസ്മാര ചികിത്സയ്ക്കകത്ത് ഉന്മാദം ശരിയാക്കാൻ വേണ്ടിയുള്ള വമനവും പഞ്ചഗവ്യ ഘൃതം ഉപയോഗിക്കാനൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. കറക്റ്റ് ആണ് ടോണി പറഞ്ഞത്. അപ്പൊ മുനിമാരനെ പഠിച്ചത് തെറ്റിയില്ല. ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇപ്പൊ ഇതിന്റെ പ്രശ്നം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആബി, ഇറ്റ് ലുക്സ് ലൈക്ക് മോസ്റ്റ് പ്രോബ്ലി ഞാൻ ആയുർവേദം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ എല്ലാ ദിവസവും ഇതിങ്ങനെ വായിച്ച് ഇപ്പൊ ഞാൻ ഈ അഷ്ടാംഗ ഹൃദയവും സ്വസ്ഥവൃത്തയും ചരക സംഹിതയൊക്കെയാണ് എല്ലാ ദിവസവും വായിച്ച് ഇപ്പം ഞാൻ മിക്കവാറും എന്റെ ജോലി ആയുർവേദത്തിലോട്ട് ഇറങ്ങുമോ. ഞാനും തുടങ്ങിയിട്ടുണ്ട്. ആയുർവേദക്കാരനെ പറഞ്ഞ് അഡ്വൈസ് എടുത്തു. അവര് പറഞ്ഞു ഇതൊക്കെ വായിച്ചിട്ട് വന്ന് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനത് ചെയ്യാൻ പോവാണ്. അതെ, ആയുർവേദ ലിവർ ചികിത്സ ഇപ്പൊ ഞാൻ പറയണത് കേൾക്കണുണ്ടോ? Yes, ഉണ്ട്. yes, കേൾക്കാം audible. കേൾക്കാം. അതെ, ഞാൻ പറയായിരുന്നു, ഈ കൈബ്സ് കഫേല് നിരന്തരമായിട്ട് വെറും ആണുങ്ങൾ മാത്രം കയറിയിരുന്ന് സംസാരിക്കുന്നു എന്ന് ചില മെസ്സേജുകളൊക്കെ എനിക്ക് വന്ന്. ഇങ്ങനെ സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണ്. അതുകൊണ്ട് ദയവായി താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് മുകളിലേക്ക് വരിക. ഞാൻ ഹാൻഡ് റൈസിങ് ഓപ്ഷൻ ഓപ്പൺ ആവുകയാണ്. മറ്റ് മോഡറേറ്റേഴ്സ് പ്ലീസ് ശ്രദ്ധിക്കുക, എല്ലാരെയും വിളിച്ച് കയറ്റരുത്, സ്ത്രീകളെ തെരഞ്ഞെടുത്ത് വിളിച്ച് കയറ്റുക. താങ്ക് യു. ഹലോ, ആരും വരുന്നില്ല സോഫാർ. അപ്പൊ നമുക്ക് അടുത്ത ആളോട്ട് പോവാതല്ലേ നല്ലത്. ടോണി ഷുവർ. ഡോക്ടർ അഭിജിത്ത് ഒക്കെ താഴെയുണ്ട്. ഡോക്ടർ അഭിജിത്ത്, ഞാൻ ഡോക്ടർ അഭിജിത്തിന്റെ പടം നോക്കുമ്പോൾ പുള്ളിക്ക് ഒത്തിരി പ്രായമായ പോലെ. ഈ അശ്വിനി മുദ്ര വല്ലതും ചെയ്തിട്ടാണോ ഇങ്ങനെ ആയിപ്പോയത്? ഡോക്ടർ അഭിജിത്ത് ഒക്കെ ഒന്ന് കയറി പെട്ടെന്ന് ഇത്രയും ചെറുപ്പക്കാരനായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് പ്രായം കൂടി. ഇപ്പൊ ഞാൻ ഇന്ന് ഒരു ആയുർവേദ ഗ്രൂപ്പിൽ പോയപ്പോ അശ്വിനി മുദ്ര ചെയ്താൽ ഇങ്ങനൊക്കെ വരുമെന്നും പറഞ്ഞ് കേട്ടായിരുന്നു. അടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വിളിക്കാം. എൻ്റെ രാജേഷാണോ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിക്കുകയാണ്. പള്ളി അടുത്തത് ആരാണ്? അതെ, രാജേഷ്. ഈ അഭിജിത്ത് അണ്ണ ഇതെന്തോന്ന് കോലം ഇത്? നിങ്ങൾ കേറി വാ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. കൈപ്പള്ളി ഒരു ചെറിയ ഉടായ്പ ചോദ്യമാണ്, ദയവായിട്ട് ക്ഷമിക്കണം. ഇതിനു മുമ്പേ ഈ ഓട്ടിസത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് സ്പെഷ്യൽ സ്കിൽ, കാരണം അവരുടെ ചില ഏരിയാസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവർ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് അവർക്ക് വളരെ ബ്രൂട്ടൽ ലോജിക്കൽ ആയിട്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കൈപ്പള്ളി സംസാരിച്ചല്ലോ അല്ലേ? കൈപ്പള്ളി ഫോർ എക്സാമ്പിൾ അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചില സബ്ജക്റ്റിലേക്ക് അവർക്ക് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അതിന് വല്ല ക്ലാരിറ്റി ഓഫ് അവർക്ക് നല്ല ബ്രെയിൻ ക്ലാരിറ്റി ആ പെർട്ടിക്കുലർ ഫീൽഡിൽ കിട്ടുന്നതുകൊണ്ട് അവർക്ക് വളരെയായിട്ട് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സംസാരിച്ചില്ലേ കൈപ്പള്ളി? In some cases, yes. ഓക്കെ. അപ്പം എൻ്റെ ഒത്തിരി നമ്മൾ പൊതുവെ ഈ ബിയോണ്ട് സയൻസോ വാട്ടെവർ എന്ത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വി നീഡ് എ മെന്റൽ ക്ലാരിറ്റി. അപ്പം നമുക്ക് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തടയുന്നത് ഇമോഷണൽ, പിന്നെ ഈഗോ, ഐഡന്റിറ്റി ഇതുപോലത്തെ കാര്യങ്ങൾ
നമ്മളെ ലോജിക്കിനെ കവർ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ബ്രെയിൻ ക്ലാരിറ്റി, ഇന്റലിജൻസിനെ കവർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തത് ഭൂരിപക്ഷ ആൾക്കാർക്ക്. അല്ലേ? അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ല അല്ലേ? അല്ല ആ, രാജേഷ് ആ, ഉദ്ദേശിച്ച് കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണോ? ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അല്ല. സി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു PhD ഫിസിക്സ് റിസർച്ച് നടത്തുമ്പോൾ വി ഷുഡ് ഹാവ് ദാറ്റ് കാപ്പബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ PhD ഫിസിക്സ്. ഞാനൊരു ആയുർവേദ യോഗ ആൾക്കാരുമായിട്ടുള്ള ഒരു ഡിബേറ്റ് എന്ന് കിട്ടിയ ഒരു പോയിന്റ് ഞാനത് നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം സി, if you are infected with all ego, emotion, all these chemicals, you will not have clarity in thought, and you will not have clarity in intelligence. Okay, I get it. I Very understand. evident. It's not about intelligence. And let me just clarify that. നമ്മുടെ ന്യൂറോ കെമിക്കൽസ് അതൊക്കെ കടന്ന് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ലിംബിക് സിസ്റ്റത്തിലാണ്, നമ്മുടെ ലിംബിക് ബ്രെയിനിലാണ്, വളരെ ബേസ് ബ്രെയിനിലാണ്. അമിഗ്ഡല, അവിടെയാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. ഈ ദേഷ്യം, ക്രോധം, കാമം, വിശക്കുമ്പോൾ ഉള്ള ഇതെല്ലാം ഓരോരോ റിവാർഡ് പാത്വേസ് ഹൈപ്പോതലാമസ് നിന്ന് അതിലേ കൂടി ഡോപ്പമീൻ വരും, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, എപ്പിനെഫ്രിൻ, അതൊക്കെ ഇങ്ങനെ വന്നിട്ടാണ് നമ്മളുടെ ഈ മൂഡുകളൊക്കെ മാറുന്നത്. അപ്പൊ ഈ മൂഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇഫ് യു കാൺ കൺട്രോൾ ഇറ്റ്, ഹൗ ഡു യു കൺട്രോൾ ഇറ്റ്? ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. അതിനാണ് നമ്മുടെ ഈ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ബ്രെയിൻ ഉണ്ട്, ഐ മീൻ നിയോ കോർട്ടെക്സ് ഉണ്ട്, നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അതൊക്കെ പിന്നീട് പരിണമിച്ച സാധനമാണ്. ഈ അമിഗ്ഡല ഇവോൾവ് വെൻ വി വർ റെപ്റ്റൈൽസ്. റെപ്റ്റിലിയൻ ബ്രെയിൻ എന്ന് തന്നെയാണ് ചില ബയോളജി ബുക്കുകളിലൊക്കെ പറയുന്നത്. പക്ഷെ അത് കറക്റ്റ് അല്ല. അത് നമ്മുടെ ബ്രെയിനുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ വളരെ നേരത്തെ പരിണമിച്ചൊരു സാധനമാണ്. അതിന്റെ പുറത്ത് ഉണ്ടായതാണ് മമേലിയൻ ബ്രെയിൻ. മമേലിയൻ ലെയർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിന്റെയും പുറത്താണ് എയ്പ് ബ്രെയിൻ. അതിന്റെയും പുറത്തുള്ളൊരു ലെയറാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. സോ ഏറ്റവും എനർജി കൺസ്യൂം ചെയ്യുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സും നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന അവിടെയാണ് ഈ കൂടുതൽ എനർജി, ഈ ഹയർ തോട്ട്, ഹൈപ്പോത്തസിസ്, കമ്പ്യൂട്ടേഷൻസ്, കാൽക്കുലേഷൻസ്, പ്ലാനിങ്, ഇതൊക്കെ നടക്കുന്നത് അവിടെയാണ്. അതിന് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. ഒരുപാട് പേര് അതൊന്നും ഉപയോഗിക്കില്ല. ഈ നമ്മുടെ ഇമോഷൻസിലേക്ക് നമ്മളുടെ ഇത് വിട്ടാല്, നേരത്തെ ഞാൻ പറയുകയുണ്ടായത്, ഇഫ് യു ആർ ലൈക്ക് മോർ കൺട്രോൾഡ്, ഐ മീൻ ഇഫ് യു ആർ മോർ ഇഫ് യു ആർ റെസ്പോണ്ടിങ് ടു ദീസ് ഇമോഷൻസ്, ദേഷ്യം, ബഹളം, എടുത്തിയാട്ടം, ചുമ്മാ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇടയിൽ കയറി ചാടിപ്പറിച്ചില്, ഇതൊക്കെ വരുന്നത് ഈ നമ്മളെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അല്ല, നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് വേറെ സാധനമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് മനസ്സിലായി കൈപ്പിള്ളി. അതായത് ഈ പ്രശ്നം തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ ലോജിക്കൽ അനാലിസിസ്, ഫോർ എക്സാമ്പിൾ വിഷ്വൽ തിങ്കിങ്, പാറ്റേൺ സീക്കിങ്, ഇതുപോലത്തെ ലോജിക്കൽ ഫാലസീസിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇതുപോലത്തെ ഇമോഷണൽ ഐഡന്റിറ്റി, ഈഗോ, ഇതുപോലത്തെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. പാറ്റേൺ സീക്കിങ് അതൊക്കെ നമ്മളുടെ പരിണാമത്തിന്റെ ആവശ്യങ്ങളാണ്. ഓക്കെ, ബട്ട് ഈ കെമിക്കൽ, അതായത് ഈഗോ, ഐഡന്റിറ്റി, ഇതുപോലത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിൽ ഒരു ക്ലാരിറ്റി കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാനും അവിടെ ഒരു ഡൈവേർഷൻ ആൻഡ് ഡിസ്റപ്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ആവും. അതുപോലുള്ള ഒരു സംഭവമാണ് ഒരു കോൺസ്റ്റന്റ് മനസ്സിലൊരു വെറുപ്പ്, ഒരു വൈരാഗ്യം, അതൊക്കെ ഉണ്ടെങ്കിൽ our energies will be more focused on resolving that hatred or resolving those insecurities. That means this all will cause us to self deception, or self deception ലേക്കും. Exactly, self deception. പിന്നെ ആ കോഗ്നിറ്റീവ് ബയസുകൾ അവിടെ വരും. കോഗ്നിറ്റീവ് ബയസുകളെല്ലാം ഇതവിടെ കിടക്കുന്നുണ്ട്. ഇതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പൊ ഈ കോഗ്നിറ്റീവ് ബയസുകളും ഇമോഷണൽ, ഈ ഐഡന്റിറ്റി, ഈഗോ ആയ കാര്യങ്ങളെ നമ്മളെ ഇതുപോലത്തെ കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തെളിക്കും. അതുകൊണ്ടാണ് അപ്പൊ ഈ ഗ്യാപ്പിൽ കൂടി ഞാൻ നമ്മുടെ ഒരു ഇന്ത്യൻ ഫിലോസഫിയുടെ എക്സ്പെർട്ട്, ഈ ആയുർവേദ യോഗ ആൾക്കാരുടെ ഒരു വാദം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നു. കാരണം അവരുടെ പ്രകാരം ഫസ്റ്റ് യു ഷുഡ് ക്വാളിഫൈ, നീ സ്വയം മനസ്സിലാക്കണം. യുവർ ഇന്റലിജൻസ്
cured from this biases, ego, കാമക്രോധ ലോഭ മതമോഹ മത്സരങ്ങളിൽ നിന്നും ഇല്ല, ഈഗോയിൽ നിന്നും അങ്ങനല്ല രക്ഷപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതൊക്കെ വേണം. കാര്യങ്ങളെ ക്ലിയർ ഇതൊക്കെ ചെയ്യാം. എപ്പോഴും ഉണ്ടായിരിക്കണം. ഈഗോ ഉണ്ടായിരിക്കണം. ഈഗോ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല കേട്ടാ. നമുക്ക് What ഈഗോ I mean, ഇല്ലെങ്കിൽ the small ego, not that the ego, not the positive ego. That നമ്മളെ അത് ഒരു സ്ലിപ്പറി സ്ലോപ്പ് ആണത്. അത് താങ്കൾ പറയുന്നത് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അഹം എല്ലാം എടുത്ത് മാറ്റിയിട്ട് ടെമ്പറോ പാരിയറ്റൽ ലോബിലുള്ള നമ്മൾ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് കടക്കണം എന്നാണോ പറയുന്നത്? നടക്കില്ലത്, പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഇന്റലിജൻസ് ക്ലൗഡി ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കി, ഞാനെന്ന് സ്വയം മനസ്സിലാക്കി ഇന്റലിജൻസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നേരത്തെ മദൻ പറഞ്ഞ പോലെ അവിടെ ഒബ്സർവറും ഒബ്സർവ് എഫക്റ്റും ഉണ്ട്. അപ്പൊ ഒബ്സർവ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ഡിറ്റക്റ്റബിൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അയ്യോ, അതൊക്കെ മറ്റേ ഫിസിക്സ് ആണത്. നമുക്കത് മനസ്സിലാവാത്ത ഐറ്റമാണ്. അപ്പം അതാണ് പറയുന്നത് ഈ അവിടെ പോയാല് തിരിച്ചു വരാൻ പാടാണ്. മോഡേൺ സയന്റിസ്റ്റുകള് ഈ പോലെ ഇമോഷനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി എന്നുള്ളൊരു ഉടായ്പ വാദം പറഞ്ഞു കഴിഞ്ഞാല് അതിനെങ്ങനെയാണ് നിങ്ങൾ കൗണ്ട് ചെയ്യുക? നിങ്ങൾ പറഞ്ഞത് തന്നെ ഉടായ്പ തന്നത്. ഹരീഷ് പറയൂ ഡോക്ടർ. അല്ല, ഇതൊക്കെ നമ്മൾ ഉടായ്പ വാദമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. കാരണം കുറെ ഇതുപോലുള്ള കുറെ ടെർമിനോളജികളൊക്കെ എടുത്തിട്ടിട്ടേ പിന്നെ ഈ ക്വാണ്ടം വേൾഡിലെ കുറെ ഫിനോമിനൻസ് ഒക്കെ എടുത്തിട്ടിട്ട് അത് ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കുന്നതിനെ ഒരു ഉടായ്പ വാദമായിട്ട് തന്നെ കണ്ടാൽ മതി. അത് വലിയൊരു ഈ സയൻസ് സംസാരിക്കുന്നവരും സയൻസ് പഠിച്ചിട്ടുള്ളവരും സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നവരും വെരി വെരി ക്ലിയർ ഓൺ വേർ ടു സ്റ്റോപ്പ്, വേർ ഇറ്റ് എൻഡ്സ്. ഇറ്റ്സ് വെരി ക്ലിയർ. അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എത്രയൊക്കെ ആയിട്ട് തേച്ചാലും ഒന്നും അവിടെ ഒന്നും നടക്കില്ല. അത് അങ്ങോട്ട് അതിന് മുമ്പോട്ട് തള്ളാൻ നോക്കില്ല. അത് അവിടെ നിൽക്കുകയുള്ളു. അതാണ് ആ ഒരു റിജിഡിറ്റി ഉണ്ടല്ലോ, ആ റിഗർ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ്. Process will take care of it, you are saying. Process itself, not the person. രാജേഷ്, പിന്നെ ക്വാണ്ടം വേൾഡിലുള്ള ഈ പറയുന്ന ഫിനോമിനൻസിനെ നമ്മുടെ സയന്റിസ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്തമാറ്റിക്സിന്റെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ക്വാണ്ടം വേൾഡിലുള്ള ഫിനോമിനൻസിനെ ഒക്കെ ഇക്വേഷൻസ് ഉണ്ടാക്കി സോൾവ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങളാണ്, അത് വളരെ എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ കോമൺ സെൻസിന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കോമൺ സെൻസ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഫിസിക്കൽ വേൾഡിലുള്ള കാര്യങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോമൺ സെൻസ് എവല്യൂഷണറി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്വാണ്ടം വേൾഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എറർ പറ്റുന്നത്. അതിന് മാത്തമാറ്റിക്സിന്റെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത്. പിന്നെ രാജേഷ് ആദ്യം പറഞ്ഞ ഓട്ടിസത്തിന്റെ കാര്യം ഉച്ചയ്ക്ക് ഇവിടെ ചർച്ച വന്നിരുന്നു. ജസ്റ്റ് സൂചിപ്പിക്കാം, സാവന്റ് ഓട്ടിസം എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കില്ലുള്ള കുട്ടികൾ ഒരു 10% ഒക്കെ ഉള്ളൂ. ടോട്ടൽ ഓട്ടിസം ബാധിച്ച ആളുകളിൽ ഒരു 10% ഒക്കെ ആളുകളിൽ ചില പ്രത്യേക കഴിവുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മാത്തമാറ്റിക്കൽ സ്കിൽസ്, അരിത്മെറ്റിക്കൽ സ്കിൽസ്, അതുപോലെ മെമ്മറി പവർ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാനുള്ള കഴിവുകൾ, ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഓട്ടിസ്റ്റിക് കുട്ടികളും അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച എല്ലാവരും ഇതുപോലെ കഴിവുള്ള ആളുകളാണ്, എക്സ്ട്രാ ആയിട്ടുള്ള കഴിവുള്ള ആളുകളാണ് എന്ന് പറയുന്ന ഒരു ജനറലൈസേഷൻ തെറ്റാണ്. വളരെ ഒരു കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ ഇത് പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിവുകളെ മനസ്സിലാക്കി അവരുടെ റീഹാബിലിറ്റേഷൻ പാർട്ടിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു മെഡിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്. അത് ഞാൻ അഗ്രി ചെയ്യുന്നു. അതായത് അവർക്ക് ഡിസ്റ്റർബൻസ്, നോയ്സ് ഉണ്ടാവില്ല. ഇൻ ഹെഡ് ഈഗോ ഇമോഷനായിട്ട് പെട്ടെന്ന് നോയ്സ് ഇല്ലാത്തതുകൊണ്ട് വളരെ കോൾട്ടഡ് ആയിട്ടുള്ള ആ ഏരിയയിലോട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടാണ് ഈ പറഞ്ഞ യോഗ ആൾക്കാരൊക്കെ പറയുന്നത്. ഇതിനൊരു പോസിറ്റീവായിട്ട് നമ്മൾ ഇമോഷൻ, ഈഗോ ഡിഫൈറ്റ്, ഇന്റലിജൻസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ കാര്യങ്ങള് പെട്ടെന്ന് ഈഗോ ആണല്ലോ നമ്മളെ വിഷ്വൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. ഈഗോ എടുത്തിട്ട് അലക്കണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. ഈഗോ എല്ലാവർക്കും ഉണ്ട്. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവർക്കും ഈഗോ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഈഗോ ഉണ്ട്. വിഷ്വൽ തിങ്കിങ്ങിനെ അതൊരു ഈഗോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വിഷ്വൽ, കാരണം നമ്മളെ വാദം തെളിയിക്കേണ്ടിയിട്ട് നമ്മൾ അതൊരു ആ ഒരു രീതിയിലാണ് ഞാൻ ഈഗോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സീയിങ് തിങ് ആസ് ഇറ്റ് ഈസ്, വി വാണ്ട് ടു സീ വാട്ട് വി വാണ്ട് ടു സീ. ഓട്ടിസം ബാധിച്ച ആളുകൾ, കുട്ടികൾക്ക് അവർക്ക് ഈഗോയുടെ കാര്യം, അവർക്ക് ബേസിക്കലി ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജ് യൂസ് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും എംപതൈസ് ചെയ്യാനൊക്കെയുള്ള വളരെ നോർമൽ ആയിട്ടുള്ള നമുക്കൊക്കെ ഉള്ള കഴിവുകൾക്ക് ഡെഫിസിറ്റ് ആണ് ഓട്ടിസത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് അവർ അന്തർമുഖത്വം അവർക്ക് പ്രകടമായിട്ട് കാണുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് ഈഗോ ഇല്ലാന്നോ അവർക്ക് ഇമോഷൻസ് ഇല്ലാന്നോ ഡിസ്റ്റർബ്ഡ് അല്ലാന്നോ ഒന്നും അർത്ഥമില്ല. അവരുടെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പല കുട്ടികളും, ഒരുപാട് കുട്ടികൾ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോബ്ലം കാണിക്കുന്ന കുട്ടികളുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. സോ ഡസന്റ് മീൻ അവർക്ക് ഈഗോ ഇല്ല, അവരുടെ മനസ്സ് ക്ലിയർ ആണ് എന്നുള്ള ഒരു അർത്ഥം അതിനകത്ത് ഇല്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല.
അത്രേ ഉള്ളൂ. അവര് സോഷ്യലൈസ് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ശരി. പക്ഷേ അപ്പൊ ഞാൻ എന്താ അടുത്തോണ്ട് പോവാണ്. ഒരു മിനിറ്റ് അടുത്ത ആളിലേക്ക് പോവാം. രാജേഷിലേക്ക് തിരിച്ചു രാജേഷ്. വരാം. ആസിഷ് ഫിലിപ്പ് ചോദിച്ചോളൂ. ഹലോ ആസിഷ് ഫിലിപ്പ്, കേൾക്കുന്നുണ്ടോ? Guys, I think we have answered all the questions. Do we need to keep the room open? Any more questions? Yes, Dr. Ashwin. ഡോക്ടർ അശ്വിൻ, ഇത് ഹലോ, പറഞ്ഞോളൂ. ഇപ്പം ഞാൻ DP-യിൽ ഇട്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതായത് ഒരു പേഷ്യന്റ് വരുന്നു ആയുർവേദത്തിലേക്ക്, മോഡേൺ മെഡിസിൻ ഡ്രഗ്സ് ഓൾറെഡി കഴിക്കുന്ന പേഷ്യന്റ്. അപ്പൊ നമ്മളതൊന്നും നിർത്താൻ പറയുന്നില്ല, അതിന്റെ കൂട്ടത്തിൽ അതും കൊടുക്കുന്നു. അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഹൈപ്പർ ടെൻഷൻ പേഷ്യന്റോ ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രഗ് കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുടെയും കൂടെ കഴിക്കാൻ പറയും, എന്നിട്ട് ക്രെഡിറ്റ് അവർ കൊണ്ടുപോകും. ഇപ്പൊ ഈ കേസ് പറഞ്ഞാൽ ഒരു സ്ട്രോക്ക് പേഷ്യന്റ് ആണ്, വീക്ക്നെസ് സ്ട്രോക്ക് ഉള്ള പേഷ്യന്റിനെ അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസമായിട്ട് BP കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എഴുതി വെച്ചിരിക്കുന്ന അങ്ങനത്തെ, ഡെസ്പൈറ്റ് ഓഫ് ആയുർവേദിക് മെഡിക്കേഷൻ BP വേരിയേഷൻ ഫ്ലക്ച്വേഷൻ ഈസ് നോട്ട് കൺട്രോൾഡ്. അപ്പം അതിനു വേണ്ടി മാത്രം സ്ട്രോക്ക് അവരതിനെ ട്രീറ്റ് ചെയ്യും, പക്ഷെ BP-യുടെ കൺട്രോളിന് വേണ്ടി മാത്രം നമ്മുടെ അടുത്തേക്ക് വിട്ടതാണ്. ജസ്റ്റ് ഒരു ഏറ്റവും ഫസ്റ്റ് BP-ക്ക് കൊടുക്കുന്ന മെഡിസിൻ അമ്ലോഡിപ്പിൻ 5 mg കൊടുത്തപ്പം ആളുടെ BP കൺട്രോൾ ആയി. അപ്പൊ ഇതുപോലെ ഒരു BP കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ. Thank you for that. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിക്കൂ. റൈറ്റ്, അതായത് നമ്മൾ ഞാൻ പറഞ്ഞ അത് കുറച്ച് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പം നമുക്ക് ഈ ഡെങ്കു ഫീവർ വരുമ്പോഴത്തേന് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് 20,000 താഴേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലഡ് മൂക്കിൽ കൂടെ വരും. അപ്പോൾ നമ്മുടെ ഈ ആയുർവേദത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഇതിന് ഈ അസുഖം എന്ന് പറഞ്ഞാൽ, ഈ പനി എന്ന് പറഞ്ഞാൽ അത് ജ്വര എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പം ഡെങ്കു ഫീവർ വണ്ണമുള്ള ഒരാൾ ഈ ആയുർവേദത്തിൽ പോകുമ്പോഴും വണ്ണമില്ലാത്ത ഒരാൾ ആയുർവേദത്തിൽ പോകുമ്പോഴും ഇതിനെ ഇവർ പിത്തജ്വരവും വാതജ്വരവുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിടത്തും അവിടെ തന്നെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? അതായത് എങ്ങനെയാണ് ഒരേ അസുഖം തന്നെ 2 ക്ലാസിഫിക്കേഷനിലേക്ക് ബോഡി ഷേപ്പ് വെച്ച് പോകുന്നത്? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആർക്കെങ്കിലും ആൻസർ ചെയ്യാമോ? ഡോക്ടർ ലക്ഷ്മി ഉണ്ട്. ഡോക്ടർ ലക്ഷ്മി പോയോ? You mean Dr. Lekha? ലേഖ പോയി. പുള്ളി ഓഡിയൻസിൽ ഒരു ശില്പുണ്ട്, ഡോക്ടറാണ്. ഹാൻഡ് റൈസ് ചെയ്യോ? അവരെ മാത്രം മുകളിലേക്ക് വിളിക്കോ? ഹാൻഡ് റൈസ് ഓപ്ഷൻ ഓപ്പൺ ആണ്. എന്താ പേരെന്താ ഡോക്ടർ? ശില്പ. ഡോക്ടർ ശില്പ, പ്ലീസ് ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലേക്ക് കടന്നു വരൂ. മീൻ ടൈം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടെ? ഞാൻ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു മോഡേൺ സയൻസിന് റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും നമ്മളൊരു മോഡേൺ സയൻസ് നമ്മൾ ഡോക്ടറെ പോയിട്ടൊരു സാധാരണ രോഗത്തിന്, ഇപ്പോൾ ഒരു പനി ആയിട്ടുള്ള കേസിനാണ് ഞാൻ പറയുന്നത്. നമ്മൾ പനിയായിട്ട് പോകുന്നു, ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് പാരസിറ്റമോളോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. യൂഷ്വലി മെഡിസിൻ എക്സ്പെക്റ്റ് ചെയ്യാം നമ്മളെപ്പോൾ പോയാലും. പക്ഷേ ഇതേ കേസ് തന്നെ നമ്മളിപ്പോൾ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ജർമ്മനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രിയിൽ നമ്മൾ ഡോക്ടർ പോയി കഴിഞ്ഞാൽ യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യാറില്ല അവർ മാക്സിമം. ഈ ഫസ്റ്റ് കേസാണ് ഞാൻ പറയുന്നത്, ഡീറ്റെയിൽഡ് ഒരു രോഗം വരുമ്പോൾ ഉള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നതും നമ്മൾ മോഡേൺ സയൻസിലുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെന്താണ് അങ്ങനെ? അത് മാൽ പ്രാക്ടീസും അല്ലെങ്കിൽ ഓവർ പ്രിസ്ക്രിപ്ഷനും എന്താ പറയാ, ഇറ്റ്സ് ആക്ച്വലി സംതിങ് ദാറ്റ് ഹാസ് ടു ബി റെഗുലേറ്റഡ്. അതുകൂടെ ആദ്യമേ പറഞ്ഞതാണ്.
ഈ മോഡേൺ സയൻസിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. മോഡേൺ മെഡിസിനിൽ ഒരുപാട് മാൽ പ്രാക്ടീസും അൺറെഗുലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനും അല്ലാത്തപ്പോഴും ഒക്കെ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ക്യാൻ ഓൺലി ബി കൺട്രോൾ ബൈ പ്രോപ്പർ റെഗുലേഷൻസ്. ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് നിർത്തണം. അതൊന്ന് നിർത്തിയാൽ കുറെയൊക്കെ ഒരു കൺട്രോൾ വരും. പക്ഷെ ഇതൊക്കെ വലിയ ഇൻഫ്രാസ്ട്രക്ചറും IT ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വേണം. നമ്മുടെ നാട്ടിൽ അതൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് കവർ ചെയ്യണം, ഇൻഷുറൻസ് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇതൊക്കെ നാട്ടിൽ പിന്നെ എല്ലാവരും സ്വന്തം പൈസ കൊടുത്തിട്ടാണ് ചികിത്സകൾ നടത്തുന്നത്. ഓക്കെ, പിന്നെ അല്ലാതെ എക്സ്പെക്ടേഷൻ്റെ ഒരു പാർട്ടും കൂടെ ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും നാട്ടിൽ നമ്മൾ ഡോക്ടർ ആളുകൾ പോയിട്ട് ജാക്കറ്റ് ഒന്നും എഴുതിയില്ല എന്ന് പറയും. അതാണ് തൊട്ട് ഡാക്ടർ ഒന്നും നോക്കിയ പോലും ഇല്ല എന്ന് പറയും. എഴുതി തന്നില്ല എന്നുള്ള ഒരു, പക്ഷെ അതേ ഒരു കേസിൽ തൊട്ടതും നമ്മൾ ഇല്ല. ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും തരില്ല ആക്ച്വലി. ഇപ്പം ഓക്കെ താങ്ക് യു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഏകദേശം റൂം ക്ലോസ് ചെയ്യാറായി തോന്നുന്നു അല്ലേ? അതെ, റൂം ക്ലോസ് ചെയ്യാറായി. ഞാനൊരു പറയാന്ന് പറഞ്ഞാൽ ഞാനിപ്പം കുറച്ചു കാലം ഇവിടെ റെഗുലറായിട്ട് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7 മണിക്ക് മുതലായിട്ട് ഈ റൂം തുടങ്ങിയത്, സംതിങ് അറൌണ്ട് 7:10 ഐ സപ്പോസ്. അപ്പം മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഇതിൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു കാര്യം ഇവിടുത്തെ എൻ്റെ ഒബ്സർവേഷൻ ഒന്ന് പറയാനുണ്ടായിരുന്നു. ഇന്നത്തെ ഡിസ്കഷൻസ്, ഇന്നത്തെ ആർഗ്യുമെന്റ്സ്, ഡിബേറ്റ്സ് ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിരുന്നു. നല്ല റിഫൈൻഡ്, വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ എന്താ പറയാ ഹാസിൽസ് ഇല്ലാത്തൊരു നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു ഇന്ന് കഴിഞ്ഞത്. ഞാൻ ഇതുവരെ കണ്ട ഈ ഗ്രൂപ്പിലെ ഡിസ്കഷനിൽ ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന്. I just wanted to make that statement here. Thank you. We had a lot of good people. അതുകൊണ്ടാണ്. അത് ഞാൻ മാത്രം വരുന്ന അലത്തിക്കൊണ്ടിരുന്നാലും ഒന്നും നടക്കൂല. ഇവിടെ ആൾക്കാർ വരണം, നല്ല ടീമുകൾ വരണം. Quality of ഫിറോസ് discussions were very high today. Quality of discussions were very good പറയൂ today. ഫിറോസ്. താങ്ക് യു ദേവൻ. സയന്റിഫിക് അഡ്വാൻസ്മെന്റിന്റെ ഒരു ഉപയോഗം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പൊ ഒരു കേസിൽ, ഇപ്പൊ എമർജൻസിയിൽ ഒരു കേസ് വരുമ്പോൾ എ കണ്ടീഷൻ ലൈക്ക് പൾസ്ലെസ് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അത് മെഡിക്കൽ ടേംസ് അറിയുന്നവർക്ക് അറിയുണ്ടാവും. VF ആൻഡ് പൾസ്ലെസ് VT എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ആ കണ്ടീഷനിൽ നമുക്ക് പേഷ്യന്റ് ഡീഫിബ്രിലേറ്റ് ചെയ്യണം, ഷോക്ക് കൊടുക്കണം. അപ്പൊ ഈ ഷോക്ക് കൊടുക്കുന്നതിന്റെ ഈ ഡീഫിബ്രിലേറ്റ് വരുന്ന മുന്നേ ഇപ്പോ ഈ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത് ആയുർവേദക്കാരും വക്കീലും? ഈവൻ മോഡേൺ മെഡിസിനും അത് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ ഇത് വന്നോടൊപ്പം ഒരുപാട് പേഷ്യന്റ് ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അപ്പൊ അതിൽ പ്രശ്നം വെച്ചാൽ നമുക്ക് പൾസ് കിട്ടത്തില്ല പേഷ്യന്റിന്. ഇപ്പൊ സാധാരണ ഒരാളടുത്ത് കൊണ്ടുപോയാൽ ആ പേഷ്യന്റ് മരിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം പൾസ് ഇല്ല പേഷ്യന്റ്. നമ്മൾ നോർമലി ഒരു പേഷ്യന്റിനെ നോക്കുമ്പോൾ ഓക്കെ പൾസ് ഇല്ല, ആള് മരിച്ചു എന്ന് പറയും. പക്ഷെ നമുക്ക് ആ കേസിൽ നമ്മൾ ECG എടുത്താലേ ആ ECGന്റെ വേരിയേഷൻ വെച്ച് നമുക്ക് ആ പേഷ്യന്റ് ഷോക്ക് കൊടുത്ത പേഷ്യന്റ് റിട്രീവ് ആവും. അപ്പൊ എന്തിനാ അതിനൊക്കെ പോണതിന്? അനഫിലാക്റ്റിക് ഷോക്ക് വന്നാൽ എന്ത് ചെയ്യും? അനാഫിലാക്റ്റിക് ഷോക്ക് ആക്ച്വലി പേഷ്യന്റ് അല്ല, ഞാൻ പറഞ്ഞേ ഇത് സഡൻ പേഷ്യന്റ് റിട്രീവ് ആവുന്ന കേസാണ് പറയുന്നത്. ഫിറോസെ, പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ പേഷ്യന്റിന് മരുന്ന് കൊടുത്തു, ആ പേഷ്യന്റിന് അലർജി ആയി, എന്ത് ചെയ്യും? അല്ല, അത് എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്, അതെനിക്ക് അറിയേണ്ടത്. അതിനാണ് ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ പുറത്ത് ഒരു ഇത് കിടപ്പുണ്ട്, ആംബുലൻസ്. എന്തിനാണെന്ന് അറിയാം? മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാനാണ് ആ ആംബുലൻസ്. ഇത് അറിയാത്തോണ്ടാണ്. ബിഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് മോഡേൺ മെഡിസിൻ അവർ ഇങ്ങനത്തെ കേസ് എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. പേഷ്യന്റ് അങ്ങനത്തെ പേഷ്യന്റ് മരിച്ചു പോകും. ഇങ്ങനെ രക്ഷിക്കാൻ പറ്റാവുന്ന പേഷ്യന്റ് മൊത്തം മരിച്ചു പോയിരുന്നു അന്നത്തെ കാലത്ത്. ഇൻസുലിൻ കണ്ടുപിടിക്കുന്ന മുന്നേ വരെയും ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ആയ പേഷ്യന്റും DK ആയി വരുന്ന പേഷ്യന്റ് ഫുള്ള് പേഷ്യന്റ് ഡെത്ത് ആയി പോകും.